ശ്രീമദ് ഭാഗവതം ക്ലാസ് 68. നമ്മളിന്ന് നോക്കുന്ന സ്കന്ധം 4 അധ്യായം 6. ഇതിൽ ബ്രഹ്മാവ് ദേവന്മാരെയെല്ലാം കൂടിയിട്ട് കൈലാസത്തിലേക്ക് പോകുന്നതാണ് വിവരിക്കുന്നത്. അതായത് വീരഭദ്രയിലെ യാഗശാലയെല്ലാം കത്തിച്ച് നശിപ്പിച്ചിട്ട് കൈലാസത്തിലേക്ക് പോയി. അപ്പം നമ്മൾ ഒരു രാസപ്രവർത്തനമായിട്ട് കാണുന്നത് ഇത് ടെസ്റ്റ് ട്യൂബിൽ ഒരു രാസപ്രവർത്തനം അഗ്നി പുറത്തേക്ക് വരും, ഊർജ്ജം പുറത്തേക്ക് വരും. ചിലപ്പോൾ ആ ടെസ്റ്റ് ട്യൂബിനെ തന്നെ അത് നശിപ്പിച്ചെന്ന് വരും. അപ്പോൾ ശിവൻ്റെ കൈലാസത്തിലേക്കാണ് ഇവർ ചെല്ലാൻ പോകുന്നത്. അപ്പം കൈലാസം എവിടെയാണ്, രുദ്രൻ എവിടെയാണ് എന്നെല്ലാമാണ് പറയാൻ പോകുന്നത്. എന്താണ് രുദ്രൻ? രുദ്രൻ എവിടെയാണ്? ശിവൻ എവിടെയാണ്? ഞാൻ പറഞ്ഞു, ആറ്റത്തിൻ്റെ ഏറ്റവും നടുവിലുള്ള ആ ന്യൂക്ലിയസിലാണ് ശിവൻ എന്ന പ്രേരക ശക്തിയുള്ളത്, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്ക് പിന്നിലുള്ള ആ ശക്തി. അപ്പം അവിടത്തേക്കാണ് ബ്രഹ്മാവ് എല്ലാവരെയും നമ്മുടെ ശ്രദ്ധ അവിടത്തേക്കാണ് കൊണ്ടുപോകുന്നത്. അത് കഥരൂപത്തിലാണ്. നമുക്കിനി അതിലേക്ക് വരാം. അപ്പോൾ 1-2 മൈത്രേയം പറയുകയാണ്. അപ്പം വീരഭദ്രൻ്റെ അല്ലെങ്കിൽ ശിവൻ്റെ സേനകളാൽ തോറ്റപ്പെട്ട് എന്തെല്ലാം കൊണ്ടാണ് അവർ ആക്രമിക്കുക? ശൂലം, ഈട്ടി, വാള്, ഗദ, ഇരുമ്പ് ഉലക്ക, ഇട്ടിക എന്നീ ആയുധങ്ങളാൽ മുറിവേറ്റവരുമായ ദേവന്മാർ ഋത്വിക്കുകളോടുകൂടി ബ്രഹ്മാവിനെ നമസ്കരിച്ച ശേഷം പറഞ്ഞു. അപ്പം ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയിട്ടാണ് പറഞ്ഞത്. ബ്രഹ്മാവിൻ്റെ അടുത്ത് പറയുക എന്ന് പറഞ്ഞാൽ സൃഷ്ടിയുടെ പിന്നിലുള്ള പ്രേരക ശക്തി. സൃഷ്ടികളുടെ പിന്നിലുള്ള പ്രേരക ശക്തിക്ക് സൃഷ്ടിക്കുന്ന ഇതെല്ലാം വെച്ചിട്ട് തന്നെയാണ് സൃഷ്ടിക്കുന്നത്. അപ്പം അദ്ദേഹത്തിനല്ലേ എല്ലാം അറിയാം. അപ്പം അങ്ങേരുടെ അടുത്താണല്ലോ പോയി പറയുന്നത്. അപ്പം 3 പറയാണ്, ബ്രഹ്മാവ് വിഷ്ണു ഒന്നും ഇതൊന്നും മുൻകൂട്ടി കണ്ടതുകൊണ്ട് അവർ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല യാഗശാലയിൽ. കാരണം അവർ മെല്ലന അവിടെ നിന്ന് അവിടെ ആ സംഭവ സ്ഥലത്ത് നിന്ന് മെല്ലന തടിയൂരിയിരുന്നു. ബ്രഹ്മാവും വിഷ്ണു അല്ല. കഥയിൽ അങ്ങനെ പറയുന്നതേ ഉള്ളൂ. ഇവിടെ നടക്കുന്ന സംഭവം എന്താണ്? സൃഷ്ടിയുടെ ആറ്റങ്ങൾ ഉണ്ടായതിൻ്റെ ശേഷം ഇനി ആറ്റങ്ങൾ കൂടിച്ചേർന്നിട്ടാണ് പുതിയ വസ്തുക്കൾ ഉണ്ടാക്കുന്നത്. അതുവരെ ആദ്യം ഉണ്ടായ വസ്തു ആറ്റങ്ങളാണ്. പിന്നെ ആ ഉണ്ടായ ആറ്റങ്ങൾ കൂടിച്ചേർന്നിട്ടാണ് പലതരം വസ്തുക്കളായിട്ട് മാറുന്നത്, പ്രപഞ്ചം മുഴുവനായിട്ട് മാറുന്നു. ആ വസ്തുക്കൾ ഉണ്ടാകുന്നതിൻ്റെ പിന്നിലുള്ള രാസപ്രവർത്തനത്തെ പങ്കെടുക്കുന്നതാണ് ഓർബിറ്റുകളും ഇലക്ട്രോണുകളും. അപ്പം അത് കഥയിൽ അവതരിപ്പിക്കുമ്പോൾ ആറ്റത്തെ ഒന്നുകൂടി പരിചയപ്പെടുത്തി തരികയാണ്. നമ്മൾ അതിലേക്ക് പോവുകയാണ്, ആറ്റത്തെ മനസ്സിലാക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പം ബ്രഹ്മാവ് പറഞ്ഞു, ഒരു പ്രഭാവശാലിയായ വ്യക്തി തെറ്റു ചെയ്യുകയാണെങ്കിൽ കൂടി ഏറ്റവും മഹാനായ വ്യക്തി മനുഷ്യരാകുമ്പോൾ തെറ്റു പറ്റുമല്ലോ. അപ്പോൾ ഒരു തത്വം ഇവിടെ പറയുകയാണ്. ഒരു തെറ്റു പറ്റിയാൽ കൂടി അത്തരത്തിലുള്ള അവരെ ശിക്ഷിക്കണമെന്നുള്ള ചിന്താഗതി പോലും ക്ഷേമത്തിന് ഉതകുന്ന തരത്തിലാവില്ല. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പ്രപഞ്ച സൃഷ്ടിയെല്ലാം രുദ്രനിലൂടെയാണ് നടക്കുന്നത്. അപ്പോൾ രുദ്രന് ഒരു തെറ്റ് പറ്റിയല്ലോ, മറ്റേ ദക്ഷനെ ഒന്ന് ബഹുമാനിച്ചില്ല എന്നുള്ള ഒരു കാര്യം. അതൊരു തെറ്റൊന്നുമല്ല, ഒരു കഥയിൽ അങ്ങനെയാണല്ലോ പോകുന്നത്. അപ്പം അതിലൂടെ ഒരു ആശയം പറയുകയാണ്, ഒരു രാഷ്ട്രത്തെ നയിക്കുന്ന ഏറ്റവും നല്ലൊരു വ്യക്തി. അത് പലയിടത്തും ഈ സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പരീക്ഷത്തിന് നല്ലൊരു രാജാവായിരുന്നു, പക്ഷേ പരീക്ഷത്തിന് ഒരു തെറ്റ് പറ്റിപ്പോയി. എന്ത് പറയാലോ, ഒരു പാമ്പിനെ എടുത്ത് വിട്ടുപോയി. അതുകൊണ്ടാണ് മകൻ ശപിച്ചത്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ലോകം തന്നെ നശിക്കാൻ പോവുകയാണ്. ഒരു ചെറിയ തെറ്റുകൾ കൊണ്ട് സംഭവിക്കുന്നതാണ്. പിന്നെ അതിൻ്റെ ശേഷം ആകെ കുഴഞ്ഞ് നാറി. ഇപ്പം വലിയ മഹാന്മാരുടെ ചെറിയ തെറ്റുകൾ നമ്മൾ അതിനെയെല്ലാം നോക്കാൻ ശ്രമിച്ചാൽ അവരുടെ ബാക്കിയുള്ള കോൺട്രിബ്യൂഷൻ, ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന ഏറ്റവും നല്ല രാജാവാണെന്ന് വെച്ചോളൂ, എന്തോ ഒരു ചെറിയ തെറ്റ് പറ്റിയാൽ
അയാൾ ഇട്ടെറിഞ്ഞു പോകുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ രാജ്യം തന്നെ നശിച്ചു പോവുകയാണ്. ഇപ്പൊ തെറ്റിന് ശിക്ഷിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, ഉദാഹരണമായിട്ട് രാമന്റെ കഥയിൽ ഒരു ചെറിയ തെറ്റിന്റെ പരമായിട്ടാണ് രാമൻ തന്നെ സീതേനെ ഉപേക്ഷിക്കുകയല്ല അവിടെ പറയുന്നുണ്ടല്ലോ. അപ്പൊ ഭരണാധികാരി ഏറ്റവും തടപ്പുന്നത് നല്ല ആൾക്കാർ എന്തെങ്കിലും ചെറിയ തെറ്റ് വരുമ്പോൾ അതിനെ എതിരായിട്ട് അതെന്തോ വലുതായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് ലോകത്തിൻ്റെ ക്ഷേമത്തിന് ഉപകരിക്കില്ല എന്നൊരു സത്യമാണ് ഇവിടെ പറയുന്നത്. എൻ്റെ അഞ്ചിൽ പറയുന്നു, യാഗത്തിൻ്റെ ഭാഗമായി ആർ രുദ്രനെ മാറ്റി നിർത്തിയോ അതും ഒരു ചെറിയ തെറ്റാണ്. യാഗത്തിൻ്റെ പങ്ക് ആർക്ക് കൊടുക്കില്ല? രുദ്രന് കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടില്ലേ? യഥാർത്ഥത്തിൽ ന്യൂക്ലിയസിലൊന്നും പങ്കെടുക്കുന്നില്ല. യഥാർത്ഥത്തിൽ ആ സംഭവം മുഴുവൻ ന്യൂക്ലിയസാണ് നടത്തുന്നത്. അതുകൊണ്ട് ഡെയിലി അകത്തുള്ള ന്യൂക്ലിയസിന് പോയിട്ട് എന്തെങ്കിലും കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ഈ പ്രപഞ്ചം സൃഷ്ടിച്ച നമുക്ക് വേണ്ട എല്ലാം തന്ന ശക്തിയാണ് ദൈവം. ദൈവത്തിന് നമ്മളെന്തെങ്കിലും കൊടുക്കണമെന്ന് പറയുന്നത് അജ്ഞതയാണ്. നമ്മളെ നക്കാൻ പച്ച കിട്ടിയിട്ടാണോ ദൈവം നോക്കുന്നത്? അല്ലെങ്കിൽ ദൈവം ഇതല്ലെന്നോ? ദൈവം എന്ന് പറയുന്ന ശക്തി എത്ര വലുതാണ്. ദൈവമല്ല, ഈശ്വരനാണ്. ഈശ്വരനും ദൈവവും രണ്ടും രണ്ടാണ്. ഈശ്വരൻ എന്ന ശക്തി എന്ന് പറയുന്നത് നമ്മളെ ചിന്തകൾക്ക് പോലും മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയുള്ള ശക്തിക്ക് നമ്മളെന്തോ നക്കാപ്പച്ച കൊടുത്താലും തൃപ്തിയായിട്ട് നമ്മളെ സഹായിക്കും, നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കണം എന്നെല്ലാം ആ ശക്തി വിശേഷം ചിന്തിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ കുറേ ഉറുമ്പുകളെ സൃഷ്ടിക്കുകയാണെന്ന് വെച്ചോ. ഉറുമ്പുകളെ സൃഷ്ടിക്കാനുള്ള കഴിവ് നമുക്കുണ്ട്. അല്ലെങ്കിൽ കോഴിക്കുട്ടികളെ നമ്മൾ വിരിയിക്കുന്നുണ്ടല്ലോ, മുട്ടയെടുത്തിട്ട് കുറേ മുട്ടയെല്ലാം കൊണ്ടുവന്നിട്ട് നമ്മൾ കോഴിക്കുട്ടികളെ വിരിയിക്കുന്നുണ്ട്. ഇതിന് വേണ്ടിയിട്ടാണ്, നമുക്ക് പിടിച്ച് തിന്നാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമുക്ക് മുട്ട കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ സൃഷ്ടിച്ച കോഴിക്കുട്ടികൾ എപ്പോഴും എന്നെ തൊടണം, അങ്ങനെ നമ്മൾ ചിന്തിക്കും. നമ്മൾ സൃഷ്ടിച്ച് വിട്ടിരിക്കുന്ന ഉറുപ്പ്, കാരണം നിലം വൃത്തിയാക്കാൻ വേണ്ടി കുറേ ഉറുപ്പ് എന്ന് ചിന്തിക്കും. എന്നിട്ട് ആ ഉറുമ്പ് എപ്പോഴും എന്നെ കാണണം, തൊടണം, എണീച്ച് നിൽക്കണം എന്നല്ല ഞാൻ ചിന്തിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെപ്പോലത്തെ മണ്ടപ്പേറിയില്ല. അതുപോലെ ആ ഉറുമ്പ്, നമ്മളൊക്കെ ഉറുമ്പ് പോലെയാണ് ആ പ്രപഞ്ചം സൃഷ്ടിച്ച പിന്നിലുള്ള ആ ഈശ്വരന് നമ്മൾ ഈശ്വരനെ കാണുമ്പോൾ തൊഴണം, ബഹുമാനിക്കണം, എന്നിട്ട് പലതും സമയാസമയം അത് കൊടുക്കണം, ഇത് കൊടുക്കണം എന്നെല്ലാം നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അപ്പോഴേ പ്രസാദിക്കൂ എന്നെല്ലാം ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളെ അജ്ഞതയാണ്. എന്നിട്ട് എന്ത് പറയുന്നു? രുദ്രനെ മാറ്റി നിർത്തിയത് അപരാധികളാണ്. ഇപ്പൊ രുദ്രൻ അവിടെ പറയുന്ന ഒരു സത്യം ഇതാണ്, രുദ്രന് ഒന്നിലും പങ്കെടുക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മളൊന്നും രുദ്രന് കൊടുക്കുക. നമുക്കെല്ലാം ഓർബിറ്റിലുള്ള ഇലക്ട്രോണുകൾക്കേ കൊടുക്കുള്ളൂ. എങ്കിലും എന്നാലും നിർമ്മല ഹൃദയമായ അദ്ദേഹത്തിൻ്റെ കാൽ വേഗത്തിൽ തൊട്ട് പ്രസാദിപ്പിക്കണം. അതുകൊണ്ട് ഒരൊറ്റ കാര്യം ചെയ്യണം, നിങ്ങളെല്ലാം വേഗം പോയിട്ട് അദ്ദേഹത്തോട് പോയിട്ട്, അത്രയും മഹാനായ വ്യക്തിയാണ്, അദ്ദേഹത്തിൻ്റെ കാല് പോയി തൊട്ട് വേഗം തന്നെ വന്ദിച്ചോളണം, എന്നിട്ട് പ്രായശ്ചിത്തം ചെയ്യണം എന്നെല്ലാം കഥയിൽ പറഞ്ഞു വെക്കുകയാണ്. എന്നിട്ടാണ് ഇതിൻ്റെ 6 പറയുന്നു, ആർ കോപിച്ചാൽ ലോകം തന്നെ ഇല്ലാതാകുന്നു. കാരണം അതിൽ നിന്നാണ് ഈ പ്രപഞ്ചം, ആറ്റത്തിൽ നിന്നാണ്, അതിൻ്റെ കേന്ദ്രത്തിലുള്ള ന്യൂക്ലിയസിൽ നിന്നുള്ള ശക്തിയിൽ നിന്നാണ് ഈ പ്രപഞ്ചം തന്നെ ഉണ്ടായിരിക്കുന്നത്. ആർ കോപിച്ചാൽ ലോകം തന്നെ ഇല്ലാതാകും. അത് കോപിച്ചു കഴിഞ്ഞാൽ ആ ന്യൂക്ലിയസ് പൊട്ടിത്തെറിച്ചാലും ഒന്ന് പറ്റുമോ? അത് ഇനിയാണ് ന്യൂക്ലിയർ ബോംബ്, ലോകം മുഴുവൻ നശിച്ചു. അതേപോലെ ഈ ലോകത്തിലുള്ള എല്ലാ ആറ്റങ്ങളെയും ന്യൂക്ലിയസ് പൊട്ടിപ്പോയാൽ ലോകം മുഴുവൻ അപ്രത്യക്ഷമാകും. ആര് കുറച്ച് കെമിസ്ട്രി ഉണ്ടെങ്കിൽ ഇത് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ പറ്റുകയുള്ളൂ. ആർ കോപിച്ചാൽ ലോകം തന്നെ ഇല്ലാതാകുമോ? അദ്ദേഹം പത്നിയെ പിരിഞ്ഞും ഇരിക്കുന്ന അവസ്ഥയാണ്. അതായത് ഇലക്ട്രോണ് പോയി, ആ ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോൺ വേറെ എവിടെയോ പോയി അടുത്ത ആറ്റത്തിലേക്ക് പോയി. ഇതിനെ ഇത് കൂടിച്ചേരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ന്യൂക്ലിയസിനെ പരിചയപ്പെടുത്തണം, അതിന് ശേഷം ഈ കൂടിച്ചേരുന്ന കാര്യങ്ങളെല്ലാം ഇനി പറയണം. അതാണ് പറയാൻ പോകുന്നത്. ആ അവസ്ഥയിൽ നിലനിൽപ്പിനെ
ആഗ്രഹിക്കുന്ന നിങ്ങൾ, അതുകൊണ്ട് നിങ്ങൾ എന്താണ് നിങ്ങളെ നിലനിൽപ്പിന് വേണ്ടി കൂട്ടാൻ അദ്ദേഹത്തോട് ചെയ്യണം. കാരണം ഭാര്യ പോയെങ്കിലും തിരിച്ചു പിരിഞ്ഞു പോയ അവസ്ഥയിലാണ് ഉള്ളത്. ആ ആറ്റത്തിലെ ഇലക്ട്രോണ് വേറൊന്നിലേക്ക് പോയി ആ ഓർബിറ്റൽ പോയിലേക്ക് പിന്നെ അതൊന്നും അല്ലാതായി മാറിയെന്ന് കഴിഞ്ഞാലും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഉടനെ പോയി തെറ്റ് പറഞ്ഞ് പ്രസാദിപ്പിക്കണം. എന്നിട്ട് ഏഴിൽ പറയാണ്, സർവസ്വതന്ത്രനായ രുദ്രന്റെ യഥാർത്ഥ ഫലത്തെ ഞാൻ അറിയുന്നില്ല. ആ രുദ്രന്റെ യഥാർത്ഥ ഫലം എന്താണെന്ന് നമുക്കറിയില്ല. ഈ ലോകത്തിലുള്ള എല്ലാ ആറ്റങ്ങളെയും ഉള്ളിലുള്ള ആ ന്യൂക്ലിയസിന്റെ ബലം, എല്ലാ ആറ്റങ്ങളുടെയും ന്യൂക്ലിയസ് പൊട്ടി തകർന്നു പോയാൽ അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന ബലം എന്താണെന്ന് ഞാൻ അറിയുന്നില്ല. ആര്? ബ്രഹ്മാവ് അറിയുകയാണ്. ബ്രഹ്മാവ് സൃഷ്ടിയാർത്ഥ ബ്രഹ്മാവിന് പോലും അറിയില്ല. കാരണം ആ നിർഗുണമായ ബ്രഹ്മമാണ് ആ ന്യൂക്ലിയസ് ആയിട്ട് മാറി നിൽക്കുന്നത്. അതിൻ്റെ ഏകദേശ ഫലം നമുക്കറിയാം. ന്യൂക്ലിയർ ബോംബിൻ്റെ ഫലം എന്താണെന്ന് അറിയാമല്ലോ. ലോകം മുഴുവൻ ഇപ്പോൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അത് കുറച്ച് അളവാണ്. അതായത് കുറച്ച് മനുഷ്യരുണ്ടാക്കിയ അളവാണ്. കുറച്ച് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ കുറച്ച് എന്ന് പറയുകയാണെങ്കിൽ പ്രപഞ്ചം മുഴുവനുള്ള ആറ്റങ്ങളുടെ അളവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച്. അതിന് തന്നെ ലോകത്തിൽ എന്തെല്ലാം മാരക ആറ്റം ബോംബുകളല്ല ഈ ലോകം മുഴുവൻ നശിപ്പിക്കാറില്ല. ഈ ഭൂമി മുഴുവൻ അത്രയും ആയുധങ്ങൾ നമ്മൾ കൂട്ടി വെച്ചിട്ടുണ്ട്. അത് പക്ഷേ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ആറ്റങ്ങളുടെയും ഒരു ചെറിയ അംശമാണ്. അപ്പം പിന്നെ എല്ലാം കൂടിയാലൊന്ന് ചിന്തിച്ചു നോക്കിയാൽ. അപ്പം അതിൻ്റെ ഫലത്തെ ഞാൻ അറിയുന്നില്ല. അത് സൃഷ്ടികർത്താവിന് പറഞ്ഞു കൊടുക്കാം. യജ്ഞദേവനായ ഇന്ദ്രൻ എന്നും അറിയുന്നില്ല. എല്ലാ യജ്ഞങ്ങളും നടപ്പാക്കുന്നത് ആ ഇന്ദ്രനാണ്. ഇന്ദ്രന് പോലും ആ ശക്തിയെ പറ്റി അറിയില്ല. നിങ്ങൾക്കും അറിഞ്ഞുകൂടാ. ദേവന്മാരോടെല്ലാം പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും ആ ശക്തിയെ അറിയില്ല. മഹർഷിമാർക്കും അറിഞ്ഞുകൂടും. ഒരു മുനിമാർക്കും അറിയില്ല. ഈ ഋഷികൾക്കും അറിയില്ല. ആ ഒരു പ്രപഞ്ചത്തിൻ്റെ ആ ഒരു ന്യൂക്ലിയസിൻ്റെ പിന്നിലുള്ള ഈ പ്രപഞ്ചം എല്ലാ ന്യൂക്ലിയസും കൂടി ചേർന്നാലുള്ള ന്യൂക്ലിയസിൻ്റെ പിന്നിലുള്ള എനർജി എത്രയാണെന്ന് ഋഷികൾക്ക് പോലും അറിയില്ല. കാരണം അതാണ് പ്രപഞ്ചമായി മാറിയത്. പിന്നെ ആർക്കാണ് മറ്റൊരു ഉപായം പറഞ്ഞു തരാൻ പറ്റുക? അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിയായിട്ടാണ് പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ പ്രശ്നം സോൾവ് ചെയ്യാനുള്ള വഴി ആർക്കാണ് പറഞ്ഞു തരാൻ പറ്റുക? അങ്ങേർക്ക് മാത്രമേ പറ്റൂ. അല്ലാതെ നമുക്കൊന്നും ഇത് പറഞ്ഞു തരാൻ പറ്റില്ല. കാരണം അത്രയും ഭയങ്കരനാണ്. അപ്പം നമ്മൾ ഈ ദൈവത്തിന് പരിഹാരം എന്ന് പറഞ്ഞു കൊടുക്കുന്ന, പരിഹാരം നിർദ്ദേശിക്കുന്നവന് ആ ഈശ്വരൻ്റെ അളവെന്താണെന്നറിയണം. അത് അറിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് പരിഹാരം നിശ്ചയിക്കുന്നത്? ബ്രഹ്മാവ് തന്നെ പറയുന്നു ആ ശക്തിയുടെ, ആ ഈശ്വരൻ്റെ ശക്തി എന്താണെന്ന് എനിക്ക് പോലും അറിയില്ല. അതുകൊണ്ട് അതിനെന്തെങ്കിലും തെറ്റ് സംഭവിച്ചെങ്കിൽ പരിഹാരം നിർദ്ദേശിക്കാനൊന്നും ഞാനാളല്ല. അതുപോലെ ഒരു ജ്യോത്സ്യനും ആർക്കും ഈശ്വരൻ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതിനെ പരിഹാരം ചെയ്തു കൊടുക്കാനൊന്നും പറ്റില്ല. ആ അർത്ഥങ്ങൾ ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ന്യൂക്ലിയസിൻ്റെ അവസ്ഥയിലേക്കാണ് നമ്മളെ ശ്രദ്ധ കൊണ്ടുപോകുന്നത്. അത്രയും ഭയാനകമായ ഒരു ശക്തി വിശേഷമാണ് അവിടെ. അതുകൊണ്ട് ബ്രഹ്മാവ് എന്ത് ചെയ്യുന്നു? 8 ഇപ്രകാരം പറഞ്ഞ ശേഷം ബ്രഹ്മാവ് ദേവന്മാരെയും പ്രജാപതിയും ഋതുക്കളോടുകൂടി എല്ലാം നേരെ കൈലാസം എന്ന മഹാഗിരിയിലേക്ക് യാത്രയായി. എവിടത്തേക്കാണ് പോകുന്നത്? ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ്. അതൊരു പർവ്വതന്മാരിയാണ് ഗിരി. അതിലാണ്, ആ ന്യൂക്ലിയസിലാണ് ആരുള്ളത്? ശിവൻ ഉള്ളത്. അവിടത്തേക്കാണ് ഇവന്മാരെല്ലാം കൂട്ടിപ്പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ന്യൂക്ലിയസിനെ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? നമുക്ക് ന്യൂക്ലിയസിനെ മനസ്സിലാക്കാൻ പോകുന്ന വഴിയിലൂടെ തന്നെയാണ് ഈ ദേവന്മാരും ഋഷികളും ന്യൂക്ലിയസിലേക്ക് പോകാൻ പോകുന്നത്. നമ്മളെങ്ങനെയാണ് ശാസ്ത്രലോകം മനസ്സിലാക്കിയ? നമ്മൾ ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലോ വസ്തുക്കൾ കണ്ടു ഇല്ലേ? പലതരം ഭംഗിയുള്ള പല വസ്തുക്കൾ. ഇതെല്ലാം എന്തിനെ കൊണ്ടാണ് ഉണ്ടാക്കിയെന്നുള്ള അറിയാനുള്ള ആഗ്രഹത്തോടു കൂടി നമ്മൾ ഈ എല്ലാ വസ്തുക്കളെയുമാണ് ആദ്യം ഒന്ന് പഠിച്ചു. കല്ലെന്താണെന്ന് പഠിച്ചു, പൂവെന്തിനെ കൊണ്ടാണ് ഉണ്ടാക്കുക, അങ്ങനെ മനസ്സിലാക്കിയിട്ടാണ് ഉള്ളിലേക്ക് കയറി പോയത്. അപ്പോഴാണ് അത് തന്മാത്രകൾ കൊണ്ടാണ്, പിന്നെ ആറ്റങ്ങൾ കൊണ്ടാണ് എന്നെല്ലാം പറഞ്ഞിട്ട് ആറ്റത്തിൻ്റെ അടിയിലേക്ക് നമ്മൾ
പോയത്. കുറച്ച് കെമിസ്ട്രി പഠിച്ചവർക്കേ മനസ്സിലാവുക. അപ്പോൾ നമ്മൾ ആദ്യം ഈ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളെയെല്ലാം ഒന്ന് ശരിക്കും മനസ്സിലാക്കും, എന്നിട്ട് ചിന്തിക്കും ഇതെല്ലാം എന്തിനെ കൊണ്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുക. അതുപോലെ 9 പറയുകയാണ്, ജന്മം കൊണ്ട് നമ്മൾ കാണുന്ന വസ്തുക്കൾ എന്തെല്ലാണെന്ന് നോക്കാം. ഔഷധം, ഈ ഔഷധത്തിൽ എന്താണുള്ളത്? തപസ് എന്ന് പറയുന്നതിൽ എന്താണത്? ഈ മന്ത്രങ്ങളുടെ അടിത്തറ എന്താണ്? യോഗസാധന എന്താണ്? വേദങ്ങളിൽ പറയുന്ന ഇതിനെപ്പറ്റിയെല്ലാം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നിവ കൊണ്ട് സിദ്ധന്മാർ, അമാനുഷികന്മാർ, കിന്നരന്മാർ, ഗന്ധർവന്മാർ, അപ്സരസുകൾ എന്നിവരാൽ പരിസേവിതരായ ഇവരെല്ലാം പരിപാലിക്കുന്ന, വേദങ്ങൾ മുഴുവൻ പരിപാലിക്കുന്ന, ഋഷികൾ പരിപാലിക്കുന്ന, ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം വേദങ്ങളെ പറയുന്നു അതെല്ലാം പരിപാലിക്കുന്ന ഒരു ശക്തി വിശേഷമാണ് ആ ശിവൻ. എന്നിട്ട് പറയുന്നു 10-11 പലതരം രത്നങ്ങൾ. അപ്പോൾ ഈ രത്നങ്ങളെല്ലാം അതുകൊണ്ടുണ്ടാക്കിയതാണ്. അപ്പോൾ എത്രയോ രത്നങ്ങൾ നമ്മളിവിടെ കാണും. ഇതെന്തെല്ലാം എന്താണ്? അതാണ് മനുഷ്യൻ്റെ ആകാംക്ഷ. അപ്പം ഇതിലൂടെ കടന്നാണ് ആറ്റത്തിലേക്ക് കൊണ്ട്. അപ്പം പലതരം രത്നങ്ങൾ, പലതരം ധാതുക്കളെ ഭൂമിയിൽ കാണുന്നു, പലതരം മരങ്ങളായിട്ട് കാണുന്നു, വള്ളിക്കെട്ടുകളായിട്ട് കാണുന്നു, പലവിധ മൃഗങ്ങളെ കാണുന്നു, അനേകം ഗുഹകൾ കാണുന്നു, താഴ്വരകൾ കാണുന്നു, കൊടുമുടികൾ കാണുന്നു, കാന്തന്മാരോടൊത്തിക്കുന്ന സിദ്ധകാമിനിമാരെ കാണുന്നു. ഇവരെല്ലാം കൂടി ഈ ലോകത്തിലാണ്. അതിൻ്റെ അകത്താണ് ആരിയ്ക്കുന്നത്? രുദ്രനിരിക്കുന്നത്. ഈ പ്രപഞ്ചത്തിലാണ് രുദ്രൻ കേന്ദ്രമായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇവരെയെല്ലാം കാണുന്നു. ചുരുക്കി പറഞ്ഞ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും എന്താണ്? വ്യത്യസ്തമായ വസ്തുക്കളെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. 12 മുതൽ 13 വരെ മയിലുകളുടെ ശബ്ദം ഉണ്ടാക്കുന്നു, പറവകളുടെ കുറുക്കു ശബ്ദമുണ്ട്. അതായത് പലതരം പക്ഷികളെല്ലാം പലതരത്തിൽ ശബ്ദിക്കുന്ന പക്ഷികൾ, പല വർണ്ണത്തിലുള്ള വൃക്ഷങ്ങൾ, അതിൻ്റെ അകത്ത് പലതരം ഫലങ്ങൾ, പ്രവാഹങ്ങൾ, ജലപ്രവാഹം, ഇതെല്ലാം കാണുകയാണ് പോകുമ്പോൾ. നമ്മളിപ്പോൾ രുദ്രനെ പോകാൻ പോകുമ്പോൾ നമ്മൾ പോകുന്നതാണ് ആ രുദ്രനെ എന്നാ നോക്കിക്കളയെന്ന് വെച്ചാൽ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മളെവിടെയാണ് പോവുക? കൈലാസത്തിലുണ്ട് എന്നും വെച്ചിട്ടാണ് പോവുക. നമ്മളോട് ധരിപ്പിച്ച് വെച്ചിട്ട് കഥ പറഞ്ഞിട്ടുണ്ട്, ആ കൈലാസത്തിലായിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ കൈലാസത്തിലേക്കാണ് രുദ്രനെ കാണാൻ പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ ഈ ചുറ്റുവട്ടത്തും കാണുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. വീടിന് മുമ്പ് തന്നെ അത് കാറ് കിടക്കുന്നു, ഗേറ്റ് കിടക്കുന്നു, കമ്പി കിടക്കുന്നു, മൊബൈൽ കിടക്കുന്നു. ഇതിലൂടെ എല്ലാം ഇതെല്ലാം ഏതിൽ നിന്നാണ് ഉണ്ടായതെന്നാണ് നമ്മൾ നോക്കി കൈലാസം വരെ പോകാൻ പോകുന്നത്. പിന്നെ 14 പൂക്കൾ തന്നെ പലതരത്തിൽ കാണുന്നു. മന്ദാരം, പാരിജാതം, പച്ചില മരങ്ങൾ, പിന്നെ സാധാരണ വട്ടങ്ങൾ, വെണ്ട, നീർമരുത്, പുന്നാരം, ചെമ്പകം, അശോകം, ഇങ്ങനെ കുറേ തരം പൂക്കളെ കാണുന്നു. ഈ പോകുമ്പോഴാണ് കൂട്ടിപ്പോകുന്ന സ്ഥലത്താണ്. നമ്മൾ എവിടത്തേക്കാണ് പോകുന്നത്? അവിടെ ഹിമാലയത്തിൽ കാണാൻ പോവുകയാണ്. അവിടെയല്ലേ ശിവനിരിക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ ഓരോ സ്ഥലവും കണ്ടുകൊണ്ട് പോകുകയാണ്. അപ്പം ഇതെല്ലാം കണ്ടിട്ടാണ് പോകുന്നത്. ഇതെല്ലാം അതിൻ്റെ തന്നെയാണ്, എല്ലാം അത് തന്നെയാണ് ആയിരിക്കുന്നത്. പിന്നെ അതിലൂട്ട് തന്നെ പോകണം. പിന്നെ 16, 17 പാട്ട് താമരക്കുളം, ചേമന്തി, മല്ലി, കുറുകുത്തി, പിന്നെ പ്ലാവുണ്ട്, അത്തിയുണ്ട്, ഇത്തിയുണ്ട്, അരയാലുണ്ട്, പേരാലുണ്ട്, പെരുങ്കായ മരമുണ്ട്, കവുങ്ങുകളുടെ കൂട്ടമുണ്ട്, മാവുണ്ട്, ഓടകളുണ്ട്, മുകളുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ടാണ് പോകുന്നത്. വേഗത്തെ പോവുകയാണ് നമ്മൾ. പെട്ടെന്നാണ് നോക്കിക്കോണം, എല്ലാം പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോണം. സൗഗന്ധികം 19, സൗഗന്ധികം, ചന്താമര മുതലായ സമൃദ്ധമായ കുളങ്ങൾ, കൂവിക്കൊണ്ടിരിക്കുന്ന പക്ഷിവൃത്തങ്ങൾ. 20, 21 മാന്, പന്നി, സിംഹം, കരടി, മുള്ളംപന്നി, എട്ടടിമാന്, കടുവ, ഇങ്ങനെ കുറേ എണ്ണം പറയുന്നുണ്ട്. വിട്ടാണ് പറയുന്നത്. എല്ലാം വെറുതെ പറഞ്ഞിട്ട് സമയം കളയണം. നമ്മൾ ഭാവനയെ കണ്ടോണം. നമ്മൾ കാട്ടിലൂട്ടിയെല്ലാണ് പോകുന്നത്. ഇവയെല്ലാം കണ്ടുകൊണ്ടാണ് പോകുന്നത്. കാട്ടിലോട്ട് പോയാൽ കണ്ടുകൊണ്ട് പോകാൻ പറ്റുമെന്നില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുക്തിവാദികൾ അതിൻ്റെയാണ്. ഈ കടുവയും മുള്ളംപന്തി അല്ല ഇതിനെ നോക്കി പോകാൻ വെച്ചിരിക്കുകയല്ലേ, നിന്നെ ശരിയാക്കില്ലേ എന്ന് ചോദിക്കും. എന്ത് മണ്ടത്തരാ പറയുന്നത്. അതുകൊണ്ട് 22 പറയുകയാണ്, കഥയിൽ
ചോദ്യമില്ല. സതീദേവിയുടെ നീർത്തടത്തിലുള്ള, അപ്പം ഏകദേശം അവിടെ എത്തിപ്പോയേ. നമ്മൾ ഹിമാലയത്തിൻ്റെ അടുത്താണ്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുവും കണ്ടുകൊണ്ടാണ് നമ്മൾ അവിടെ എത്തുന്നത്. ഈ പുസ്തകം വായിക്കുന്ന ലോകത്തിലുള്ള എല്ലാവരും കൂട്ടിയിട്ടാണ്. എല്ലാം ദേവന്മാരാണ്. ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ദേവന്മാരാണ്. അപ്പോൾ ആ ദേവന്മാരെ എല്ലാം കൂട്ടിയിട്ടാണ് ബ്രഹ്മാവ് തെളിച്ചിട്ടൊക്കെ പോകുന്നത് കൈലാസത്തിലേക്ക്. അപ്പോൾ എവിടെ എത്തി? സതീദേവി കുളിച്ച സ്ഥലം എത്തി. അപ്പോൾ അവിടെ നിന്ന് വാങ്ങാൻ കുങ്കുമം ഉണ്ടല്ലോ, അത് വെള്ളത്തിലോട് കൂടി പരിശുദ്ധമായതുകൊണ്ട് ആ ശിവശൈലത്തെയെല്ലാം കണ്ടപ്പോൾ ദേവന്മാർ അത്ഭുതപ്പെട്ടു. ഇനി 23 അവിടെ അവർ അളകനന്ദ കണ്ടു, മനോഹരമായി സൗന്ദര്യത്തെയും എല്ലാം കണ്ടു. ഇനി 24 മഹാവിഷ്ണുവിൻ്റെ പാദം കഴുകിയ 2 നദികൾ, നന്ദയും അളകനന്ദയും അവിടെ ഇരുപുറവുമായിട്ട് കണ്ടു. അപ്പം കൈലാസത്തിലേക്ക് കൊണ്ടുപോകുന്ന മാതിരിയാണ് കൊണ്ടുപോകുന്നത്. അപ്പം 2 വസ്തു വന്നിട്ട് ശിവൻ മഹാവിഷ്ണുവിൻ്റെ കാല് കഴുകിയിട്ട് വരും. മഹാവിഷ്ണു എന്ന് പറഞ്ഞാൽ ഒരു അനന്ത സൈനമാണ്. അങ്ങനെ ഈ പ്രപഞ്ചം മുഴുവൻ മാറി കിടക്കുന്ന ശക്തിയുടെയാണ്. ആ കാലിലൂടെയാണ് ഈ വെള്ളം ഒഴുകി ഒഴുകി വരുന്നത്. ഇപ്പം 2 നദിയായിട്ട് നന്ദ, അളകനന്ദ എന്നീ നദികളുടെ, അപ്പോൾ പ്രകൃതിയെല്ലാം വിവരിച്ച് തരികയാണ്. അതിലൂടെയാണ് പോകുന്നത്. പിന്നെ എന്ത് ചെയ്യുകയാണ്? 25 രമിച്ചു കൊണ്ടിരിക്കുന്ന ദേവസ്ത്രീകൾ സ്വസ്ഥാനങ്ങളിൽ നിന്നും ഇറങ്ങി ആ നദികൾ മുങ്ങിയിട്ട്, അപ്പോൾ അവിടെയെല്ലാം രമിച്ചുകൊണ്ടിരിക്കുന്ന ദേവസ്ത്രീകളെയെല്ലാം കണ്ടിട്ടുണ്ട്. അവർ വെള്ളത്തിലെല്ലാം നദിയിലെഴുതിയിട്ട് മുങ്ങി കുളിച്ചിട്ട് കാമുകന്മാരെയും കൂടി അവിടെ കിടന്ന് കുളിപ്പിച്ചുകൊണ്ട് രസിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഇതെല്ലാം കണ്ടുകൊണ്ടാണ് പോകുന്നത്. ആ സ്ഥലത്ത് അതെല്ലാം കാണുമായിരിക്കും. കാരണം ഇവർക്ക് ദീർഘവീക്ഷണം കണ്ണിലവിടെയാണ് നോക്കുന്നത്. ഏത് മഹാഭാരതത്തിലെ കഥയിൽ ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ, സഞ്ജയം ദീർഘദൃഷ്ടിയോടെ. അതുകൊണ്ടാണ്. അപ്പോൾ അവിടെയെല്ലാം ഇങ്ങനെ സ്ത്രീകൾ വെള്ളത്തിൽ കുളിച്ചിട്ട് ഭർത്താക്കന്മാരെയെല്ലാം കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രാസകീടകൾ ആടിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ശിവൻ്റെ അടുത്തേക്ക് പോകുന്നത്. അതായത് ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഈ രുദ്രനിൽ നിന്നുണ്ടായതാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടതിൻ്റെ ശേഷം വേണം അതിൻ്റെ അകത്ത് കയറാൻ. എന്നിട്ട് 26 പറയുന്ന ആ ദേവസ്ത്രീകളുടെ കുതിർത്ത മുടിയിൽ നിന്നും വന്ന കുങ്കുമെല്ലാം ഉണ്ടല്ലോ, എന്നിട്ട് അത് കണ്ടിട്ട് അത് വെള്ളത്തിൽ വീണപ്പോൾ ആ വെള്ളത്തിൻ്റെ ദിവ്യത്വം കണ്ടിട്ട് കൊമ്പനാനെന്ത് ചെയ്യാണ്? വെള്ളം കുടിക്കാൻ ദാഹമില്ലെങ്കിലും പിടിയാനേനെ കൊണ്ട് വെള്ളം കുടിപ്പിച്ചുകൊണ്ട് സ്വയം കുടിക്കുകയും ചെയ്യുകയാണ് ആ വെള്ളം. ഈ ദേവസ്ത്രീകളുടെ കുങ്കുമം എല്ലാം അവിടെ വെള്ളത്തിൽ വീണുകൊണ്ട് മതയാൻ എന്ത് ചെയ്യാണ്? കൊമ്പനാൻ എന്ത് ചെയ്യാണ്? ഒന്നിനും വെള്ളം വേണ്ട, ദാഹമൊന്നുമില്ല, എന്നിട്ട് കുടി എന്ന് പറഞ്ഞിട്ട് പിടിയാനേനെയും കുടിപ്പിക്കുന്നു, അതും കുടിക്കുന്നു. എന്നിട്ട് 27 എന്തെല്ലാം കാണുന്നത്? വെള്ളയും പൊന്നിൻ്റെ രക്തങ്ങളെല്ലാം കൊണ്ട് അലങ്കരിച്ച വിമാനങ്ങൾ അങ്ങനെ ഇടതിന്നിട്ട് യക്ഷരക്ഷോഗണ സ്ത്രീകളാൽ പരിസഭേദം ആയ അളകേനന്ദ. അപ്പോൾ ആ അളകനന്ദയുടെ അടുത്ത് തന്നെ ഗന്ധർവ സ്ത്രീകളുണ്ട്. ഗന്ധർവ സ്ത്രീകളെല്ലാം ഉണ്ട് പരിസരത്ത്. മുകളിലോട്ടെയാണെങ്കിൽ കൂർന്നുകൊണ്ട് വിമാനങ്ങളെല്ലാം ഇങ്ങനെ സ്വർണവും വെള്ള നിറത്തിലും എല്ലായിട്ട് അങ്ങനെ പറന്നുകൊണ്ട് പോവുകയാണ്. അങ്ങനെ അളകനന്ദയിലെത്തി. അങ്ങനെ 28, 31 അങ്ങനെ അളകാപുരിയെ കടന്ന് അവർ സർവപാപങ്ങളും ഇല്ലാതാക്കി അതിൻ്റെ ഫലം നൽകുന്ന, നമ്മുടെ കർമ്മത്തിലൂടെയാണ് നമ്മൾ ഫലം നേടുന്നത്. അപ്പം സർവകാമ ഫലപ്രദങ്ങളും പല പുഷ്പങ്ങളോടും കൂടി കോകിലാദി പക്ഷികളുടെ നിവാസസ്ഥാനത്ത് നിന്നും ഉയരുന്ന നാദങ്ങളെല്ലാം കേട്ട് രാജഹംസങ്ങൾ പ്രിയപ്പെട്ട, അതേപോലെ തന്നെ അത്തരം താമരക്കുളങ്ങളെല്ലാം ധാരാളം താമരയുള്ള കുളങ്ങളെല്ലാം കടന്ന്
കാട്ടാനകളെല്ലാം അവിടെ ഇങ്ങനെ പരിലസിക്കുന്നുണ്ട്. എന്നിട്ട് എന്ത് പറയുന്നു, യക്ഷകാമിനിമാരെ എല്ലാം ഇതെല്ലാം കാണുമ്പോൾ അവരുടെ മനസ്സിനെ എല്ലാം ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത്രയും സുന്ദരമായ ഒരു ലോകത്തിലൂടെയാണ് ഇവർ ആരെ നോക്കാൻ നടക്കുന്നത്, ശിവനെ നോക്കാൻ നടക്കുന്നത്. പിന്നെ വൈദ്യൂര്യ കൽപ്പടവുകൾ താമര നിറഞ്ഞപ്പോൾ ഈ പറഞ്ഞ പിന്നെയും പറയുന്നുണ്ട്. സൗഗന്ധികമെല്ലാമുള്ള വനങ്ങളെല്ലാം കണ്ട ശേഷം അകലെ അവസാനം ഒരു വടവൃക്ഷം കണ്ടു. അപ്പോൾ അവരൊരു വടവൃക്ഷമാണ് അവസാനം. ഇതെല്ലാം പോയി ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം കണ്ടതിൻ്റെ ശേഷം ഒരു വടവൃക്ഷമാണ് അതിൻ്റെ നടുവിൽ കണ്ടത്. ഈ വടവൃക്ഷത്തെയാണ് വേദങ്ങൾ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ഒരു വിത്തിലെന്തുണ്ട്, ഒരു വലിയ വൃക്ഷമുണ്ട്. അതിൻ്റെ സത്തയാണ് അതുള്ളത്. ആ വിത്താണ് വികസിച്ച് പ്രപഞ്ചമെല്ലാമായിട്ട് മാറുന്നത്. അങ്ങനെയുള്ളൊരു വടവൃക്ഷത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചമുണ്ടായത്. അത് ഏതിലാണ്? ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലാണ്. ആ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ നിന്നാണ് ഈ പ്രപഞ്ചം വികസിച്ച് ആറ്റങ്ങൾ പലതായി മാറി 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 വികസിച്ചിട്ട് ഈ പ്രപഞ്ചമായി മാറിയത്. ഒരു വടവൃക്ഷം കണ്ടു എന്ന് പറയുമ്പോൾ എവിടത്തേക്കെത്തി? ആറ്റത്തിലേക്ക് എത്തി. ആറ്റത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്നാണ് ഒരു വടവൃക്ഷം പോലെ ഓർബിറ്റുകളെല്ലാം ഉണ്ടായി ആറ്റങ്ങളായി മാറി കൂടിച്ചേർന്ന് പല വസ്തുക്കളായി മാറി മാറി ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചത്. അപ്പോൾ ആ വടവൃക്ഷത്തോടാണ് ശിവനെ സ്ഥാനത്തെ ഉപമിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു വടവൃക്ഷം കണ്ടു. ആ വടവൃക്ഷത്തിൻ്റെ പ്രത്യേകത പറയുകയാണ്. ആ വടവൃക്ഷം 100 യോജന വിസ്താരമുള്ളതും, ഒരു വടവൃക്ഷം 100 യോജന ഇങ്ങനെ വിസ്തരിച്ചുണ്ട്, ഉയരമുള്ളതും. ഉയരം 100 വടവൃക്ഷത്തിൻ്റെ ഉയരമുണ്ട്, 100 യോജന ഉയരമുണ്ട് ഈ വടവൃക്ഷം. അതിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാലംശം, 100ൻ്റെ കാലംശം കുറഞ്ഞ വീതി. അപ്പം ഒരു വടവൃക്ഷം ഇങ്ങനെ ആയിരിക്കലും ഉണ്ടാവും. ഉയരാണ് കൂടുതൽ, അതിനെക്കാട്ടി കുറച്ച് കുറവായിട്ട് വീതിയായിട്ടാണ് ആ വടവൃക്ഷം വികസിച്ച് പ്രപഞ്ചം മുഴുവനായിട്ട് മാറി നിൽക്കുന്നത്. എന്നിട്ട് കൊണ്ടുള്ളതും അവയിൽ പക്ഷികളൊന്നുമില്ല. ആ വടവൃക്ഷത്തുമ്മൽ വേറെ പക്ഷികളൊന്നുമില്ല. ഇത് പക്ഷികളുണ്ടാകുമ്പോൾ വേറൊരു വസ്തുവാണ്. വൃക്ഷം എന്ന് പറയുമ്പോൾ ഒറ്റയൊരു സംഗതിയാണ്. പക്ഷി വന്നിരിക്കുക എന്നാണ് അത് രണ്ടാമതൊരു വസ്തു. ഇതിൽ വേറെ പക്ഷികളൊന്നുമില്ല എന്നാണ് ആ വടവൃക്ഷേ ഉള്ളൂ. ആ ഒരൊറ്റ വടവൃക്ഷമാണ് ഈ പ്രപഞ്ചമായിട്ട്, അതാണ് വിരാട് രൂപമായിട്ട് പണ്ട് ചിത്രീകരിച്ചത്. ഒരു തണലെല്ലാം പരത്തിക്കൊണ്ടാണ് അത് നിൽക്കുന്നത്. അപ്പോൾ ഈ പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ അതിനെ ഒരു വടവൃക്ഷമായി ചിത്രീകരിച്ചുകൊണ്ട് അവിടെയാണ് ശിവനുള്ളത്. ആ ശിവനാണ് വടവൃക്ഷം എന്ന രൂപത്തിൽ ഒരൊറ്റ പ്രപഞ്ചമായി ഒരു വിരാട് സ്വരൂപത്തിൽ ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നത്. 14 ലോകങ്ങൾ. പിന്നെ 33 പറയാണ്, ഉന്നത യോഗനിലയാൽ മോക്ഷാദികൾക്ക് അഭയപ്രദമായ അതിൻ്റെ ചുവട്ടിൽ, അവിടെയാണ് മോക്ഷം പ്രാപിക്കുന്നവർക്കെല്ലാം അഭയസ്ഥാനം. അവിടെയാണ് ആരിയ്ക്കുന്നത്? കോപം വെടിഞ്ഞ അന്തകനെ പോലെ ഇരിക്കുന്ന. അവിടെയാണ് ആ ശിവൻ. ആ മൂട്ടിലാണ്, ആ ന്യൂക്ലിയസിൻ്റെ അകത്താണ്. ആ ന്യൂക്ലിയസാണ് വികസിച്ച് പലതായിട്ട് മാറി പ്രപഞ്ചമായി മാറിയത്. ആ ന്യൂക്ലിയസിൻ്റെ അടുത്ത് എല്ലാം യോഗനിലയിൽ മോക്ഷാദികൾ പ്രാപിക്കുന്നവരെല്ലാം എവിടെയാണോ അവസാനം സഹകരണം പ്രാപിക്കുന്നത് അവിടെ എന്തുണ്ട്? കോപമൊന്നുമില്ല. അദ്ദേഹത്തിന് കോപമൊന്നുമില്ല, പക്ഷെ കാണുമ്പോൾ അന്തകനെ പോലെയുണ്ട്. ഇരിക്കുന്ന പരമശിവനെ ദേവന്മാർ ദർശിച്ചു. അവിടെയാണ്
ഈശ്വരനെ ദർശിച്ചത്. നമ്മുടെ ശാസ്ത്രലോകം ഈശ്വരനെ അങ്ങനെയാണ് നോക്കിയത്. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും കാണുമ്പോൾ കക്കയുണ്ട്, മാങ്ങയുണ്ട്, എന്തെല്ലാം സാധനങ്ങളാണ്, ഇതെല്ലാം ഏതിൽ നിന്നാണ് ഉണ്ടായതെന്ന് അവർ അന്വേഷിച്ച് അതെല്ലാം തന്മാത്രകളെ കൊണ്ടാണ്. അപ്പം തന്മാത്രയിനെ കൊണ്ടാണ് ഉണ്ടായത്, ആറ്റങ്ങൾ കൊണ്ടാണ്. ആറ്റം എവിടെയാണ് ഉണ്ടായതെന്ന് പോയി നോക്കിയപ്പോഴാണ് ന്യൂക്ലിയസിലെ പ്രോട്ടോണും ഇലക്ട്രോണും എല്ലാം കുറച്ച് എനർജീനെയെല്ലാം ഊർജ്ജവും ന്യൂക്ലിയർ ബോംബിൻ്റെ ഊർജ്ജം എല്ലാം കിടക്കുന്ന ആ സ്ഥലത്തേക്കാണ് അവരെത്തിയത്. അതാണ് ഈ വികസിച്ചിട്ട് പ്രപഞ്ചമായി മാറിയത്. അതിവിടെ കഥാരൂപത്തിൽ കുറച്ച് പൊടിപ്പും തൊങ്ങലും വെച്ച് ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാകുകയല്ലേ. ഇത് അവർ വിചാരിക്കാൻ ഇങ്ങനെ അവിടെ കിടക്കുകയാണെന്ന്. ഇവിടുന്ന് കൈലാസത്തിൽ അളകനന്ദേൻ്റെ അടുത്തെല്ലാം ചെല്ലുമ്പോഴേക്ക് അവിടെ ഇങ്ങനെ കിടക്കുന്നു എന്നാണ് ധരിച്ച് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം അവിടെ കാണുമായിരിക്കും. ഇനി ആ ശക്തിയുടെ വിവരണമാണ് ഉപാസന. ചിത്തം ഏകാഗ്രമാണ്. അതിൻ്റെ മനസ്സാരിലും ഒന്നിലും പതിയുന്നില്ല, അതങ്ങനെ ശാന്തമായി അങ്ങനെ നിൽക്കുകയാണ് സമാധി എന്ന രൂപത്തിൽ. എന്നിട്ടോ സർവലോകഹിതകാരിയും, അതിൽ നിന്നാണ് അതിൻ്റെ ഹിതമനുസരിച്ചാണ് ഈ പ്രപഞ്ചമായി മാറിയത്. അതിനു വേണ്ടി ലോക സ്നേഹത്താൽ ലോക കല്യാണത്തിനായുള്ള തപസ് ആചരിക്കുന്നു. അവിടെ ആ ന്യൂക്ലിയസ് ഒരു തപസ് മാതിരി നിൽക്കുകയാണ്, ഒന്നിലും പങ്കെടുക്കാതെ. അതിൻ്റെ പുറത്തുള്ള ഓർബിറ്റുകളും ഇലക്ട്രോണുകളും മാത്രമാണ് പങ്കെടുക്കുന്നത്. അങ്ങനെയുള്ള ലോകനാഥനെ അവർ അവിടെ കണ്ടു. എന്നിട്ട് 36-37 പറയാണ്, തപസ്സുകൾക്കിഷ്ടമായ ആ എല്ലാം രുദ്രനിലേക്ക് എത്തുമ്പോൾ പിന്നെ അവസാനം ഇവിടത്തേക്കാണ് എത്തുക, ഭസ്മം. തപസ്സികൾക്ക് ഇഷ്ടമായ ഭസ്മം. അപ്പം തപസ് ചെയ്യുന്നവർക്ക് എന്താണ് ഈശ്വരൻ, എന്താണ് ഈ രുദ്രൻ എന്ന് മനസ്സിലാക്കാൻ ഭസ്മം എടുത്തു നോക്കിയാൽ മതി. എല്ലാം കത്തിച്ചാൽ കിട്ടുന്ന ചെറിയ വസ്തുവാണ് ആറ്റം. ഭസ്മത്തിൽ എന്താണുള്ളത്? കാർബൺ ഉണ്ട്, കാൽസ്യം ഉണ്ട്, അങ്ങനത്തെ ആറ്റങ്ങൾ ഉണ്ട്. അപ്പം ഭസ്മം, അതുകൊണ്ടാണ് ചുടലപ്പറമ്പിൽ നിങ്ങൾ രുദ്രനെ കാണണ്ടെങ്കിൽ ചുടലപ്പറമ്പിൽ ഭസ്മത്തിൽ നോക്കിയാൽ മതി. ദണ്ഡമായാലും കുഴപ്പമില്ല, ജഡരൂപത്തിൽ ജഡയിലും ദർശിക്കണം. കാരണം അതിൻ്റെ അകത്ത് ഊർജവുമുണ്ട്, ആ ന്യൂക്ലിയസിൻ്റെ അകത്ത് ഊർജവുമുണ്ട്. മാന്തോലെടുത്തിട്ടാണ് വേഷം. മാൻതോലിൻ്റെ ഒരു പ്രത്യേകത, അതിൽ നിന്ന് ആറ്റത്തിൻ്റെ ഒരു ഘടന മാൻതോലിൻ്റെ രൂപത്തിൽ നിന്ന് ആറ്റങ്ങൾ യോജിപ്പിച്ച് തന്മാത്രയാവുന്ന തരത്തിലുള്ള ഒരു രൂപം പുലിത്തോലിൽ, മൃഗത്തിൻ്റെ തോലിലെല്ലാം കാണാം. പിന്നെയോ ദർഭപ്പുല്ലിൽ അങ്ങനെ അനുഷ്ഠിച്ചിരിക്കുന്ന. എന്നിട്ട് എന്ത് ചെയ്യാണ്? നാരദ മുനിക്ക് ബ്രഹ്മവിദ്യ ഉപദേശിക്കുന്നു. പണ്ടെവിടെയോ കഥയിൽ പറഞ്ഞിരുന്നല്ലോ, ആദ്യം ശിവനാണ് ഈ പ്രപഞ്ച രഹസ്യം മുഴുവനുള്ള സയൻസ്, ബ്രഹ്മവിദ്യ എല്ലാം നാരദ മുനിക്കാണ് ഉപദേശിച്ചത്. അപ്പോൾ അവിടെ അങ്ങനെ ഉപദേശിച്ചുകൊണ്ട് ഇരിക്കുക. നാരദനെന്താ സ്ഥലമില്ലാതെ, കാരണം എവിടെയും പാര വെക്കണ്ടെങ്കിൽ നാരദനാണല്ലോ പോയി കുത്തി ഇളക്കി കൊടുക്കേണ്ടത്. വിദ്യയും പഠിച്ചു എന്ത് തുടങ്ങണ്ടെങ്കിൽ ആദ്യം ഒന്ന് കുത്തി ഇളക്കി കൊടുക്കണം, കൃത്യസമയത്തൊന്ന് പ്രേരിപ്പിക്കണം. അപ്പം നാരദൻ എവിടെയുണ്ട്. എന്നിട്ട് 38 പറയാണ്, വലത്തെ പാദമെടുത്തിട്ട് വലത്തെ തുടയിൽ ഇടത്തെ പാദമെടുത്ത് വെച്ചിട്ടും ഇടത്തെ കാൽമുട്ടുമ്മൽ വലത്തെ കരം വെച്ചും വലത്തെ കരത്തിൽ ജപമാലയും ധരിച്ച്, ഈ ജപമാല എന്ന് പറയുമ്പോഴും ആറ്റങ്ങൾ കോർത്താണ് പ്രപഞ്ചമായി മാറിയിരിക്കുന്നത്. നമ്മളതെല്ലാം ജനിതക ഘടന നോക്കിയാൽ മതി. ആറ്റങ്ങൾ ഇങ്ങനെ മുത്തുകൾ കോർത്തമായാണ് ഉണ്ടാകുക. അതിലൂടെ എല്ലാം നമ്മൾ ഈ പ്രപഞ്ചഘടന മനസ്സിലാക്കണം. അങ്ങനെയുള്ള ശിവനെ അവിടെ കണ്ടു. 39 പറയാം, ബ്രഹ്മാനന്ദത്തിൽ അങ്ങനെ ലയിച്ചിട്ട് ബ്രഹ്മത്തിൽ ലയിച്ചിരിക്കുന്ന യോഗപട്ടത്തെ മുറുക്കി ധരിച്ച് ഏറ്റവും പ്രമുഖനായ ഏറ്റവും വലിയതാരാണ്? മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിവുള്ള ശക്തി ആരാണെന്ന് ചോദിച്ചാൽ ശിവനാണ്. ആ കൈലാസനാഥനെ ലോകപരിപാലകരോടുകൂടി എല്ലാവരും കൂടി ബ്രഹ്മാവ് എല്ലാം കൂടിയിട്ടാണല്ലോ ചെന്നത്.
കൂടി അവരെല്ലാം കൂടിയിട്ട് മുനിമാരെ അദ്ദേഹത്തെ കൂട്ടുകൈകളോടെ നമസ്കരിച്ചു. ആടെ എത്തിയിട്ട് ആ ശക്തിയെ നമസ്കരിച്ചു. നമ്മളെ ഋഷികളും നമ്മളെ ശാസ്ത്രജ്ഞരും ആ ബ്രഹ്മത്തെ, ആ ന്യൂക്ലിയസിലുള്ള ആ ശക്തി വിശേഷത്തെ കണ്ട് നമസ്കരിച്ചിട്ട് ക്വാണ്ടം മെക്കാനിക്സ് എത്തിയിട്ട് പിന്തിരിക്കുകയാണ് ചെയ്തത്. പിന്നെ 40 പറയുന്ന അതിനെന്തില്ല, അത് സുരേന്ദ്രനും അസുരേന്ദ്രനും അവർക്കെല്ലാം വന്ദിതരാണ്. സുരന്മാർക്കും അസുരന്മാർക്കും എല്ലാവരും വന്ദിക്കുന്നവരാണ് ശിവൻ. അല്ല, അസുരന്മാർക്ക് വിഷ്ണുവിനെ കണ്ടെടുത്തുകൂടാ, പക്ഷെ രുദ്രനെ എല്ലാവർക്കും ഇഷ്ടമാണ്. കാരണം അതിൽ നിന്നാണ് എല്ലാം ഉണ്ടായത്. അതിന് പിന്നെ ഒരു വ്യത്യാസമില്ല. സൂര്യനൊന്നുമില്ല, അസുരനൊന്നുമില്ല. ഒരാറ്റത്തു നിന്ന് തന്നെ നല്ല മണമുള്ള ആറ്റങ്ങളുണ്ടായി. ആ ആറ്റങ്ങളിൽ നിന്നുണ്ടായത് ചിലത് കൂടിച്ചേർന്നിട്ട് നല്ല മണമുള്ള വസ്തുക്കളായി മാറും. ചിലപ്പോൾ അത് നാറ്റമുള്ള വസ്തുക്കളായിട്ട് ആറ്റങ്ങൾ കൂടിച്ചേർന്നിട്ട് വസ്തുക്കൾ പുറത്തേക്ക് വരും. അപ്പം അതിന് പിന്നെ ആർക്കും ശിവനോട് ഒരു വ്യത്യാസമില്ല. സുരനായാലും സുരേന്ദ്രനായാലും അസുരേന്ദ്രനായാലും അവർക്കെല്ലാം ശ്രേഷ്ഠനായ, അവരെല്ലാം വന്ദിക്കുന്ന രുദ്രൻ, ബ്രഹ്മദേവൻ വരുന്ന അങ്ങനെയുള്ള ശിവനാണ്. ആ ശിവൻ ബ്രഹ്മദേവനെല്ലാം വന്നിരിക്കുന്നതായിട്ട് കണ്ട് എഴുന്നേറ്റ് അഭിവാദ്യം ചെയ്തു. ആരെ? ബ്രഹ്മദേവനെ. കാരണം ബ്രഹ്മദേവനാണ് ഈ ആറ്റത്തെ ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിലും എല്ലാം ഉള്ള ബ്രഹ്മദേവനാണല്ലോ സൃഷ്ടിയുടെ കാര്യം. അപ്പം ബ്രഹ്മദേവനെ അവർ എഴുന്നേറ്റ് വണങ്ങിയപ്പോൾ 41 മറ്റുള്ള എല്ലാ മുനിമാരും ബ്രഹ്മദേവനെ വണങ്ങി. ശിവൻ വണങ്ങുമ്പോൾ പിന്നെ ബാക്കിയുള്ളവർക്ക് വണങ്ങാതിരിക്കാൻ പറ്റില്ല. അവരും മന്ദഹാസത്തോടെ അപ്പോൾ ബ്രഹ്മദേവൻ പറഞ്ഞു. ബ്രഹ്മദേവൻ അപ്പം ഒരു ചെറു പുഞ്ചിരിയോടുകൂടി, കാരണം ഇതെല്ലാം നടക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്, അതുകൊണ്ട് ചെറു മന്ദഹാസത്തോടെ ബ്രഹ്മാവ് പറഞ്ഞു, പ്രപഞ്ചയോനിയും 42 പ്രപഞ്ചയോനിയും പ്രപഞ്ചത്തിൻ്റെ യോനിയും ബീജവുമായ, പ്രപഞ്ചത്തിൻ്റെ യോനിയും ബീജവുമാണ് രുദ്രൻ. ആ രുദ്രനിൽ നിന്നാണ് എല്ലാം വികസിച്ചുണ്ടായിരിക്കുന്ന ആ ബീജവും കണ്ടവും കൂടിയിട്ട് അതിനെയാണ് കഥരൂപത്തിൽ, ഗർഭാശയത്തിൻ്റെ രൂപത്തിലും ലിംഗത്തിൻ്റെ രൂപമായിട്ട് ശിവലിംഗം എന്ന ഒരു രൂപത്തിലൂടെ നമ്മളെ പറഞ്ഞു തരുന്നത്. അതിൽ നിന്നാണ് എല്ലാം, ആറ്റങ്ങളിൽ നിന്നാണ് എല്ലാം ഉണ്ടായി വന്നിരിക്കുന്നത്. അതിന് മനുഷ്യർക്ക് മനസ്സിലാകുന്ന 2 ഉപകരണം വെച്ച് പറഞ്ഞതേ ഉള്ളൂ, അല്ലാതെ അതിന് വേറെ പ്രാധാന്യമൊന്നുമില്ല. അതിലൂടെ മനസ്സിലാക്കേണ്ടത് എല്ലാം നമ്മുടെ കുട്ടികളുടെ ജനനവും അതിൽ നിന്നാണ്, അതുപോലെ പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവം ഈ ആറ്റങ്ങളിൽ നിന്നാണ്. അതിൻ്റെ രൂപം അതാണ് രുദ്രൻ. ശക്തി ശിവത്തിൻ്റെ പരമകാരണഭൂതനായ ശക്തിയും ശിവവും ശക്തി എന്ന് പറഞ്ഞാൽ പ്രപഞ്ചവും പുരുഷനും പ്രകൃതിയും. ഒരു പുരുഷൻ എന്നൊരു വാക്കുണ്ട്, ഒരു പ്രകൃതിയുണ്ട്. ആറ്റത്തിൽ തന്നെ ശിവനെ ന്യൂക്ലിയസ് ആയിട്ട് എടുക്കാം, അതാണ് പ്രേരക ശക്തി. പക്ഷെ അത് ഒന്നിലും പങ്കെടുക്കില്ല. പങ്കെടുക്കുന്നത് അതിൻ്റെ ശക്തിയായ പാർവതിയാണ്, ഇലക്ട്രോണാണ്, ദക്ഷനാണ്, ഓർബിറ്റാണ്. അപ്പോഴേ ആറ്റം പൂർണ്ണമാവുകയുള്ളൂ. അർദ്ധനാരീശ്വരൻ, നടുവിലൊരു ന്യൂക്ലിയസ്, അത് പുരുഷനാണ്. പ്ലസ് ചാർജ് കൊടുത്തിരിക്കുകയാണ് ആധുനിക സയൻസിൽ ന്യൂക്ലിയസിന്. അതാണ് അടിസ്ഥാനം, അതാണ് പ്രേരക ശക്തി. അതിൽ നിന്നാണ് പ്രപഞ്ചമാകുന്ന ഓർബിറ്റും ഇലക്ട്രോണും ഉണ്ടായത്. ഈ ഓർബിറ്റിനെയാണ് ദക്ഷനായിട്ടും, ഏറ്റവും പുറത്തെ ഓർബിറ്റിനെയാണ് ദക്ഷനായിട്ടും, അതിൻ്റെ മകളായിട്ടാണ് ഇലക്ട്രോണിനെയും കണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് സതി, അത് തന്നെയാണ് പാർവതി. അപ്പം ഇത് രണ്ടും കൂടിയാലേ ആറ്റം പൂർണ്ണമാവുകയുള്ളൂ. അതുകൊണ്ടാണ് അർദ്ധനാരീശ്വരൻ. ശക്തി എവിടെയാണ് കിടക്കുന്നത്? പുറത്താണുള്ളത്. പ്രപഞ്ചം ഉണ്ടാകുന്നതിലെല്ലാം ഈ ഇലക്ട്രോണാണ് ശക്തി. നമുക്ക് കിട്ടേണ്ട ഊർജം കിട്ടുന്നത് ഇലക്ട്രോണിൽ നിന്നാണ്. പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നതിൽ പങ്കെടുത്തത് ദക്ഷനും
ഇലക്ട്രോണും കൂടിയാണ്. അതുകൊണ്ടാണ് ദക്ഷണ അഹങ്കാരം. എന്നാൽ നടുവിലുള്ള ന്യൂക്ലിയസ് ഒന്നിലും പങ്കെടുക്കുന്നില്ല, ശാന്തമാണ്. പക്ഷേ അതാണ് ഇതിൻ്റെ കേന്ദ്രം. അപ്പം പ്രകൃതിയും പുരുഷനും ശക്തിയും ശിവവും. എന്നിട്ട് പറയുന്നു, പ്രപഞ്ച നിയന്താവായ അങ്ങയെ ഞാൻ അറിയുന്നു. ബ്രഹ്മോദായകം പറയുന്നു, അങ്ങയെന്ന് എനിക്ക് നല്ലോണം അറിയാം. കാരണം ഇതിലൂട്ടിയാണ് ഞാൻ സൃഷ്ടി തുടങ്ങിയിരിക്കുന്നത്. വേദത്തിൽ സൃഷ്ടി ഇങ്ങനെയാണ് ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുന്നത്. ആറ്റങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ന്യൂക്ലിയസ് ഉണ്ടാക്കണം, എന്നിട്ട് ആറ്റങ്ങളാക്കി മാറ്റണം എന്നെല്ലാം ബ്രഹ്മദേവനോട് പഠിപ്പിച്ചിട്ട് വേദം പഠിപ്പിച്ച മാതിരി ആധുനിക സയൻസ് പറയുന്ന മാതിരി തന്നെയാണ് ഈ ആറ്റം ഉണ്ടായിരുന്നത്. അതിനെ നിന്നെ നല്ലോണം എനിക്കറിയാമെന്നാണ് ആര് പറയുന്നത്? ബ്രഹ്മദേവൻ പറയുന്നത്. അതേസമയം ആ നിർവികാര തത്വവുമാണെന്ന് ഞാൻ അറിയുന്നു. പക്ഷെ അന്ന് നിർവികാരവുമില്ലാതെയാണ് അവിടെ നിൽക്കുന്നത്. ന്യൂക്ലിയസ് ഒന്നിലും പങ്കെടുക്കില്ല. അതുകൊണ്ട് അന്ന് നിർവികാര തത്വമാണ്, ബ്രഹ്മത്തിന് സമാനമാണ്. അതിന് ഒരു താല്പര്യമില്ല. ഒരു താല്പര്യമില്ലാത്ത കക്ഷി എങ്ങനെയാണ് ദക്ഷിണം കാണുമ്പോൾ നീച്ചിക്കുക? അതിന് താല്പര്യമില്ലാതല്ല, അഹങ്കാരം കൊണ്ടല്ല. അഹങ്കാരം ആർക്കാണ്? ഈ ദക്ഷനും ഇലക്ട്രോണിനും അല്ല. കാരണം അവർക്കെല്ലാം ഞാനെന്ന ചിന്ത കൊണ്ട് അഹങ്കരിച്ച് അടക്കുകയാണ്. പക്ഷെ അത് അങ്ങനെയാണ് ബ്രഹ്മദേവൻ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ ആറ്റത്തിൻ്റെ മനസ്സിലാക്കേണ്ടത്, നടുവിൽ ഒന്നിലും പങ്കെടുക്കാതെ തപസ് പോലെ ഇരിക്കുന്ന ശക്തി വിശേഷമുണ്ട്. അതിലാണ് പ്രപഞ്ചത്തിൻ്റെ ഊർജ്ജം മുഴുവൻ കിടക്കുന്നത്. ആ ഊർജത്തെയാണ് ന്യൂക്ലിയർ ബോംബായിട്ടുള്ള നമ്മൾ ഇതിൻ്റെ ഒരു അംശം. പക്ഷെ അത് ശാന്തമായിട്ടാണ്, ഒന്നിലും പങ്കെടുക്കാതെ നിൽക്കുകയാണ്. പങ്കെടുക്കുന്നത് പുറത്തുള്ള ഇലക്ട്രോണും ഓർബിറ്റും. ഇത് തന്നെയാണ് ശാസ്ത്രലോകം എത്തിച്ചേർന്നത്. അത് ബ്രഹ്മദേവൻ ആറ്റത്തിൻ്റെ ഘടന നമുക്ക് പറഞ്ഞു തന്നു. എന്നിട്ട് 43 പറയാണ്, അവിഭക്തമായിരിക്കുന്ന ശിവശക്തി സ്വരൂപത്തിൽ വിഹരിച്ചുകൊണ്ട് 8 വലയെന്ന പോലെ അങ്ങ് സൃഷ്ടിക്കുന്നു. അതിലും ശിവനും ശക്തിയല്ല അതിൽ തന്നെയാണുള്ളത്. അത് പിന്നെ 8 വല പോലെ ഇങ്ങനെ അങ്ങ് വികസിപ്പിച്ചിട്ട് സംരക്ഷിക്കുന്നു. പിന്നെ അവസാനം നശിപ്പിക്കുന്നു. 8 വല വയറ്റുന്നത് ഇങ്ങനെ വലിച്ചിട്ട് അതിൻ്റെ ശരീരത്തിൽ നിന്ന് വലിച്ചിട്ട് ഒരു വലയുണ്ടാക്കും. അതിൻ്റെ നടുവിൽ കൂടും എന്നിട്ട് സംരക്ഷിക്കും. ആവശ്യം കഴിയുമ്പോൾ ചുരുട്ടിയിട്ട് അതേക്ക് എടുക്കും. അതുപോലെ അതിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടാകുന്നത്. അസ്തമിക്കും. കുറച്ച് കെമിസ്ട്രി ബോധത്തോടു കൂടി നോക്കിയാൽ മാത്രമേ ഇതിൻ്റെ ഒരു ശരിയായ രൂപത്തിലേക്ക്, അതിൻ്റെ സുന്ദരമായ വർണ്ണനയെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ഇത് 44 പറയുകയാണ്, ധർമ്മ അർത്ഥങ്ങൾ നേടിത്തരുന്നവർ വേദങ്ങളുടെ സംരക്ഷണത്തിനായി ധർമ്മ അർത്ഥങ്ങൾ നേടിത്തരുന്ന, ധർമ്മവും അർത്ഥമെല്ലാം പണമെല്ലാം നേടുന്നതുമാണ് ഈ പ്രപഞ്ചമുണ്ടാകാൻ. പ്രപഞ്ചമുണ്ടായതിൻ്റെ ശേഷമാണ് നമുക്ക് അർത്ഥവും ദൈവവും നമ്മളെല്ലാം ഉണ്ടായതിൻ്റെ ശേഷമാണ് ഈ പണമെല്ലാം നേടുന്നത്. നേടിത്തരേണ്ട വേദങ്ങളുടെ സംരക്ഷണത്തിനായി. അപ്പം ഏതിലൂടെയാണ് നേടിത്തരുന്നത്? ഈ പ്രപഞ്ചമായി മാറിയത് വേദങ്ങളിലൂടെ. അപ്പം സൃഷ്ടി രഹസ്യം മുഴുവൻ ഏതിൽ വിവരിച്ചിട്ടുണ്ട്? വേദങ്ങളിൽ വിവരിച്ചിട്ടുണ്ട്. ആ വേദത്തിലെ രഹസ്യങ്ങളുടെ അനുസരിച്ചാണ് ബ്രഹ്മദേവൻ ഈ പ്രപഞ്ചവും സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പം ധർമ്മ അർത്ഥങ്ങൾ നേടിത്തരുന്ന വേദങ്ങളുടെ സംരക്ഷണത്തിനായി ദക്ഷനാകുന്ന നിമിത്തത്തിലൂടെ, അതിലൂടെയാണ് ദക്ഷൻ ഉണ്ടായിരിക്കുന്നത്. ദക്ഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും പുറത്ത് ഓർബിറ്റ് ഉണ്ടായിരിക്കുന്നു. ഓർബിറ്റ് ഉണ്ടായിരിക്കുന്നതിൻ്റെ പിന്നിലുള്ളത് എന്താണ്? ആറ്റം തന്നെ, ന്യൂക്ലിയസ് തന്നെയാണ്. ആദ്യം ന്യൂക്ലിയസ് ഉണ്ടായി, അതിൻ്റെ ചുറ്റും ഓർബിറ്റ് ഉണ്ടായി. അപ്പം ദക്ഷൻ ഉണ്ടായതും ഏതിൽ നിന്നാണ്? ഈ ന്യൂക്ലിയസിൽ നിന്നുള്ള ആ ശക്തിയിൽ നിന്നാണ്. എന്നിട്ട് അദ്ദേഹത്തെ സൃഷ്ടികർമ്മത്തിനായി സൃഷ്ടിച്ചു. അങ്ങനെ ആ ദക്ഷനിലൂടെയാണ് സൃഷ്ടിക്രമം നടക്കുന്നത്. ആറ്റത്തിലെ ന്യൂക്ലിയസ് ആണ് യഥാർത്ഥത്തിലുള്ളത്. അതിൽ നിന്ന് പിന്നെ ആറ്റത്തിൻ്റെ പുറത്തുള്ള ഓർബിറ്റും ഇലക്ട്രോണും വന്നു സൃഷ്ടിച്ചു. ദക്ഷണി ഉണ്ടാക്കി, അതിനതിൻ്റെ മോളി ഉണ്ടാക്കി ഇലക്ട്രോണ്. പിന്നെ ഇവ കൂടിച്ചേർന്നിട്ടാണ്
പ്രപഞ്ചം മുഴുവനുള്ള വസ്തുക്കളും നമ്മളെല്ലാമായി മാറിയത് ഈ 7-14 ലോകങ്ങളായിട്ട് ഈ ആറ്റങ്ങൾ കൂടി ചേർന്നിട്ടാണ് വന്നത്. ഇതെല്ലാം വന്നത് എവിടെ നിന്നാണ്? ആ നടുവിലുള്ള ന്യൂക്ലിയസിൽ നിന്ന്. അപ്പോഴെല്ലാം സൃഷ്ടിച്ചത് അങ്ങ് തന്നെയാണ്. ഈ ബ്രാഹ്മണരാൽ യാതൊന്നിനെയും ശ്രദ്ധയോടെ അനുഷ്ഠിക്കുന്നുവോ അപ്പോൾ ബ്രാഹ്മണരായ ശാസ്ത്രജ്ഞന്മാർ, ചിന്തകരായ ശാസ്ത്രജ്ഞന്മാർ ഈ വേദങ്ങളെ പഠിച്ചിട്ടാണ് പ്രപഞ്ചത്തിലുള്ള എല്ലാ കർമ്മങ്ങളും ശ്രദ്ധയോടെ അനുഷ്ഠിക്കുന്നത്. നമ്മൾ പല ഇലക്ട്രോണിക് ചിപ്പെല്ലാം ഉണ്ടാക്കുന്നത് ഈ ആറ്റങ്ങളുടെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് ബ്രാഹ്മണരായ ശാസ്ത്രലോകമാണ്. അപ്പം ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ ചിന്തിക്കാനും സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ, വേദത്തിലുള്ള ആധുനിക സയൻസിലുള്ള സയൻസ് പഠിച്ച് മനസ്സിലാക്കിയിട്ട് പ്രയോഗിച്ച് പുതിയ പുതിയ വസ്തുക്കൾ ഉണ്ടാക്കാൻ കഴിവുള്ളവരാണ് ബ്രാഹ്മണർ. അവർ ശ്രദ്ധയോടുകൂടി എന്തൊന്ന് അനുഷ്ഠിക്കുന്നുവോ ആ ധർമ്മമര്യാദകളും അങ്ങയിൽ തന്നെ ഉണ്ടായി, അങ്ങയിൽ നിന്ന് തന്നെയാണ് ഉണ്ടായത്. അപ്പം ഈ ശാസ്ത്രലോകങ്ങളെല്ലാം എന്തെല്ലാം കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നുണ്ടോ അതെല്ലാം ഈ ആറ്റങ്ങളിലൂടെ മനസ്സിലാക്കി കണ്ട് തന്നെയാണ് ലോകത്തിലെ പുതിയ പുതിയ വസ്തുക്കൾ ഉണ്ടാക്കിയിടുന്നത്, ലോകം പുരോഗമിക്കുന്നത്. അതിനുവേണ്ട ബ്രാഹ്മണരെ സൃഷ്ടിച്ചതും ചിന്തകരായ മനുഷ്യരെ സൃഷ്ടിച്ചതും ഈ ശക്തി തന്നെയാണ്. അതായത് പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഈ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ നിന്ന് തുടങ്ങി വന്നതാണ്. ഇനി 45. അപ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ എന്നെ സൃഷ്ടിച്ചതും എല്ലാറ്റിനെയും സൃഷ്ടിച്ചത് ആര് തന്നെയാണ്? ഈ ആറ്റം തന്നെയാണ്. ഇത് 45 ബ്രഹ്മദേവൻ ചോദിക്കുകയാണ്, ലോകസുഖദായകമായ കർമ്മങ്ങളുടെ കർത്താവിന്, അപ്പം സുന്ദരമായ ഒരു ലോകമുണ്ടാക്കി എല്ലാവരും സുഖിച്ചോട്ടെ എന്ന് വെച്ച് ഉണ്ടാക്കിയ കർത്താവിന്, അതായത് ആ ന്യൂക്ലിയസിന് സ്വർഗത്തെയോ മോക്ഷത്തെയോ അങ്ങ് തന്നെ നൽകുന്നു. അങ്ങ് തന്നെയാണ് എല്ലാവർക്കും സ്വർഗം നൽകുന്നതും എല്ലാവർക്കും നരകം നൽകുന്നതും. അപ്പം നമ്മൾ കഷ്ടപ്പെടുന്നതും ആ ശക്തി തന്നെയാണ്, നമ്മൾ സൂഹിക്കുന്നതും ആ ശക്തി തീരുമാനിച്ച പോലെയാണ്. നമ്മൾ ആരെങ്കിലും കൊല്ലുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞ അനുസരിച്ചാണ്, നമ്മൾ ആരെങ്കിലും രക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞ അനുസരിച്ചാണ്. ദക്ഷിണെന്തെങ്കിലും നല്ല ദക്ഷനാണ് ഈ ലോകത്തിലുള്ള എല്ലാ സൃഷ്ടി നടത്തിയിരിക്കുന്നത്. ദക്ഷൻ്റെ സ്വഭാവത്തിനും കാരണം അങ്ങ് തന്നെയാണ്. ദക്ഷണിനെ തിരിച്ചു വല്ലതും ചീത്ത പറഞ്ഞിട്ടുണ്ട്, അതിന് കാര്യം നിങ്ങൾ തന്നെയാണ്. ഇതാണ് ബ്രഹ്മദേവൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ പറഞ്ഞുകൊണ്ട് വരുന്നത്, ദക്ഷനെ സൃഷ്ടിച്ചിട്ട് അഹങ്കാരിയാക്കി മാറ്റിയിട്ട് ഈ അഹങ്കാരം തലക്കുടിക്കുമ്പോഴാണല്ലോ പലതും ചെയ്യുക. അങ്ങനെ എല്ലാ സൃഷ്ടി നടന്നിട്ട് ഞാനാണ് ഈ ലോകത്തിൻ്റെ സൃഷ്ടികർത്താവ് എന്നുള്ള ഞാൻ എന്നൊരു ചിന്തയോടുകൂടി എന്നിൽ ഞാൻ എന്നൊരു ചിന്തയുണ്ടാക്കിക്കൊണ്ട് എന്നെക്കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കുക, അല്ലെ ദക്ഷനെ കൊണ്ട് ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചു എന്താക്കിയിട്ട് ഞാനെന്നൊരു അഹങ്കാരം ഉണ്ടാക്കിയിട്ട്. ഞാനെന്നൊരു ചിന്തയുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഇറങ്ങിത്തിരിക്കുന്നത്. ഞാനില്ലെങ്കിലോ ഞാൻ ഒന്നും ചെയ്യില്ല. അപ്പം ഞാൻ എന്തൊക്കെ ചെയ്യേണ്ടിക്ക് എന്നിലൊരു ഞാനെന്നൊരു അഹങ്കാരം ഉണ്ടാക്കണം. അതുപോലെ ദക്ഷനും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ആ അഹങ്കാരം പിടിച്ചിട്ടാണ് ഞാനാണ് ലോകം ഉണ്ടാക്കുന്നത് എന്നുള്ള ആ ഒരു അഹങ്കാരത്തിലാണ് ഈ പ്രപഞ്ചം മുഴുവൻ ദക്ഷൻ ഉണ്ടാക്കുന്നത്. ആറ്റത്തിലെ ഇലക്ട്രോണും ഓർബിറ്റും കൂടി ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കുന്നത് അത് ആ അഹങ്കാരം ഉണ്ടാക്കിയിട്ടാണ്. അതേസമയം ആ അഹങ്കാരം മൂത്തിട്ടാണ് ശിവനിട്ട് 2 പറയുകയും ചെയ്തത്. കാരണം അത് അഹങ്കാരത്തിൻ്റെ ഫലമാണ്. എന്നിട്ട് എന്ത് പറയുകയാണ്? മോക്ഷവും അങ്ങ് തന്നെ നൽകുന്നത്. എല്ലാവർക്കും മോക്ഷവും നൽകുന്ന അങ്ങ് തന്നെയാണ്, സ്വർഗവും നൽകുന്ന അങ്ങ് തന്നെയാണ്. പിന്നെയോ അശുഭകർത്താവിന് ഘോരമായ നരകവും അങ്ങ് തന്നെ നൽകുന്നു. വല്ലവരും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നരകവും പീഡിപ്പിക്കുന്നതും അങ്ങ് തന്നെയാണ്. അതിൽ തന്നെ ഒരാൾക്ക് എങ്ങനെ വിപരീതമായ ഫലമുണ്ടായി. അതുകൊണ്ട് ഒരാൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ 2 സ്വഭാവം വന്നത്? അതാരുടെ കുഴപ്പമാണ്? അങ്ങയുടെ കുഴപ്പം തന്നെ. ഈ പ്രപഞ്ചം മുഴുവൻ അങ്ങിൽ നിന്ന് തന്നെയാണ്. അപ്പം ദക്ഷനും ദക്ഷൻ്റെ നല്ല സ്വഭാവം ഉത്തരവാദി അങ്ങ് തന്നെയാണ്. അങ്ങ് എപ്പോഴെങ്കിലും അഹങ്കാരം കൊണ്ടെന്ന് പറഞ്ഞിരുന്നത് അത് അങ്ങിൽ നിന്ന് തന്നെ. എങ്ങനെ ഇങ്ങനെ 2 എണ്ണത്തിനെ ഉണ്ടാക്കി വിട്ടതെന്നാണ് അങ്ങോട്ട് ചോദിക്കുന്നത്. പറഞ്ഞു കൊണ്ടുവരുന്ന ഈ പ്രപഞ്ചം മുഴുവൻ ഇവിടെ എന്തെല്ലാം നടക്കുന്ന എല്ലാം നീ തന്നെ.
ശരി, സമ്മതിച്ച്, എല്ലാം നീ തന്നെയാണ്. അപ്പം പിന്നെ ഇവൻ ഇത് തിരിച്ചും പ്രവർത്തിച്ചിട്ട് അതിൻ്റെ ഉത്തരവാദിത്തമാണ് നീ തന്നെ. വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്നത് വളച്ചു കെട്ടിയിട്ടാണ് പറയുന്നത്. പക്ഷേ ഇവന് മനസ്സിലാവുമല്ലോ പെട്ടെന്ന്. ഇത് 46 പറയാണ്, സർവചരാചരങ്ങളിലും അങ്ങയെയും, ഈ ലോകത്തിൽ എന്തെല്ലാം ഉണ്ടോ പട്ടി പൂച്ചി എല്ലാം ഉണ്ട് അങ്ങയിലാണ് ഞാൻ കാണുന്നത്. എല്ലാ ജീവജാലങ്ങളിലും ഞാൻ അങ്ങയെയും കാണുന്നു. തന്നിൽ ഭാവവ്യത്യാസമില്ലാത്ത അവയെയും കാണുവാൻ കഴിയുന്ന. അപ്പോൾ ഒന്നിലും ഭാവവ്യത്യാസം കാണാൻ പാടില്ല. പട്ടിയിലും പൂച്ചയിലും പട്ടീൻ്റെ സ്വഭാവം കാണിക്കും, പൂച്ചയുടെ സ്വഭാവം കാണിക്കും, മനുഷ്യൻ്റെ സ്വഭാവം കാണിക്കും, എല്ലാം ഓരോ സ്വഭാവം കാണിക്കും. പക്ഷേ എല്ലാം എന്ത് തന്നെയാണ്? ഒന്ന് തന്നെയാണ്. അതിലൊന്നും വ്യത്യാസം കാണാൻ പാടില്ല. എല്ലാം ബ്രഹ്മമായിട്ട് കാണും. ഇതാണ് യഥാർത്ഥ പ്രപഞ്ച തത്വം. അങ്ങനെ ആർക്കും കർമ്മം അങ്ങനെ കാണേണ്ടതാണ്. അത് മാത്രമല്ല ഭഗവത് പാദത്തിൽ അർപ്പിതമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർക്ക് എല്ലാം ഭഗവാൻ അർപ്പിച്ചുകൊണ്ട് കർമ്മം ചെയ്യുകയാണ്. ഇപ്പം ഞാൻ എനിക്ക് എന്ന് വെച്ചുകൊണ്ട് ഒരാളെ കൊല്ലുകയാണെങ്കിലും അയാളെ ഞാനെന്തായാലും കൊന്നേ പറ്റൂ. അപ്പം എനിക്ക് എന്ന് വെച്ചുകൊണ്ട് കൊല്ലുമ്പോഴാണ് എനിക്ക് പാപമുള്ളത്. അല്ലെ ഞാൻ അതേ കർമ്മം ചെയ്യാണ്. ഇതല്ല എന്നെ സൃഷ്ടിച്ചത് അവരെ കൊല്ലാൻ വേണ്ടിയാണ്. ഇതാ ഞാൻ ചെയ്ത് കൊടുത്തത് അർജുനൻ അവസാനം ചെയ്ത പോലെ. അപ്പം പിന്നെ അർജുനൻ എന്തില്ല, അങ്ങേർക്കല്ലേ ചെയ്യുന്നത്. അപ്പം ഈ ദക്ഷിണും അങ്ങേർക്ക് വേണ്ടി തന്നെയാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർക്കും എല്ലാം അർപ്പിച്ചുകൊണ്ട് കർമ്മം അനുഷ്ഠിക്കുന്നവർക്കും മൃഗ സമാനമായിരിക്കുന്നവനെ ബാധിക്കുന്ന ക്രോധവും അതിശയവും ബാധിക്കില്ല. സാധാരണ ജനങ്ങളിലുള്ള ക്രോധവും അതിശയവും അവനെ ബാധിക്കില്ല. എല്ലാം അങ്ങേക്കായിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അവനെ ക്രോധവും ഒന്നും ബാധിക്കില്ല. എന്തുകൊണ്ട്? അവന് ദേഷ്യവും വരില്ല, സന്തോഷവും ഒന്നും വരില്ല. എന്ത് ചെയ്താലും ദുഃഖവും വരില്ല, സുഖവും തോന്നില്ല. എല്ലാം അങ്ങേക്കായിട്ട് ചെയ്യുന്നതാണ്. ഇത് തോന്നുന്ന കാരണം എന്തുകൊണ്ടാണ്? എല്ലാം എനിക്ക് എന്ന ഒരു ചിന്ത ആ ശക്തി എന്നിൽ ഉണ്ടാക്കിയതാണ്. അങ്ങനെ ദക്ഷൻ ഉണ്ടാക്കിയത് കൊണ്ടാണ് ദക്ഷൻ എന്ത് തോന്നിയത്? അങ്ങേ അപമാനിക്കാൻ തോന്നിയത്. അത് ആരുടെ കുറ്റമാണ്? അങ്ങിൻ്റെ കുറ്റം തന്നെയാണ്. അങ്ങ് തന്നെയാണ് ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടാക്കിയിട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് 47 പറയുന്നു, ഭേദബുദ്ധിക്കാരും വ്യത്യസ്തമായിട്ട് എല്ലാത്തിനെയും വ്യത്യാസം, മറ്റേ ഹിന്ദു, ക്രിസ്ത്യാനി, മുസ്ലിം ഇങ്ങനെയെല്ലാം കാണുന്നവർക്കും കർമ്മത്തിൽ മാത്രം നോട്ടമുള്ളവർക്കും കർമ്മം ചെയ്യുന്ന ജോലിയിൽ മാത്രം താല്പര്യം, ബാക്കിയുള്ള ഈ ആത്മീയ ഇതിന് പിന്നിലുള്ള ഈ ശാസ്ത്രത്വമൊന്നും മനസ്സിലാക്കാത്തവർക്കും അങ്ങയെ എപ്പോഴും ദുർവചനങ്ങൾ കൊണ്ട് ശല്യപ്പെടുത്തും. അന്യര് അങ്ങനെയുള്ള ആൾക്കാർ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? മറ്റുള്ളവരെ കുറ്റം പറയും. ഞാനാണ് വലുത്, ബാക്കിയെല്ലാം കാണുന്ന എല്ലാത്തായിട്ട് തോന്നും, അന്യമായിട്ട് തോന്നും. അപ്പം കുറ്റം പറയും. അപ്പോൾ ഭേദബുദ്ധിയുള്ളവർക്ക് എല്ലാം കാണുന്നതിനല്ല ഹിന്ദുവാണ്, മുസ്ലിമാണ്, ക്രിസ്ത്യാനിയാണ്, ബ്രാഹ്മണനാണ്, ക്ഷത്രിയനാണ്, അവൻ തമിഴനാണ്, മറ്റേയാണ്, അവൻ കൂട്ടുകാരനാണ്, ഇവനെൻ്റെ ബന്ധുവാണ്, ഇങ്ങനെയെല്ലാം തത്വബോധമുള്ളവർക്ക്, എന്നിട്ട് അവരെന്തല്ലോ കർമ്മം ചെയ്യുന്നവരെന്ത് ചെയ്യും? അന്യരെ എപ്പോഴും ദുർവചനങ്ങൾ പറഞ്ഞ് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. അത് നമ്മൾ കാണുകയാണ്. ഈ ചിന്ത കൂടുതലുള്ളവരാണ് ഈ വർഗീയ വിഷയങ്ങളെല്ലാമായിട്ട് നടക്കുന്നത്. ദുർവചനങ്ങൾ കൊണ്ട് ശല്യപ്പെടുത്തും. ദൈവം തന്നെ വധം കഴിച്ചിട്ടുള്ള അവരെ ദൈവം തന്നെ മുമ്പേ പരസ്പരം കൊന്നു നശിക്കാനുള്ള വരം വിധിച്ചിട്ടുണ്ട്. ഇങ്ങനെ അവരെ ആയുസ് അധികമൊന്നുമില്ല, അവർ തട്ടിപ്പോവുക തന്നെ ചെയ്യും. അപ്പം ദൈവം തന്നെ വധം കഴിച്ചിട്ടുള്ള അവരെ ദൈവം തന്നെ വധിച്ചോളൂ. അവരെ അങ്ങേപ്പോലുള്ള ഒരാൾ ഇത്രയും വലിയൊരു പുരുഷൻ നിഗ്രഹിക്കേണ്ടതില്ല, അങ്ങ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അതെല്ലാം താഴെയുള്ള ലോക്കൽ ജനങ്ങളാണ്. എല്ലാം പരസ്പരം വിദ്വേഷവും
ആൾക്കാരെയെല്ലാം പലതായി തട്ടിലായി കണ്ടുകൊണ്ട് എൻ്റെ ആള് മറ്റേ ആള് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവർ മറ്റുള്ളവരെ കുറ്റവും പറയും. അവരെ വക അവർ തന്നെ മുൻകൂട്ടി തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്. അവർ നമ്മൾ തല്ലി തീർത്തോളും, അതെല്ലാം ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യത്തിൽ അപ്പം ഇങ്ങേരും ഏകദേശം ആ ലെവലിൽ തന്നെയാണുള്ളത്. ഞാനെന്ന ചിന്ത കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള വലിയ ഒരാൾ നിസ്സാര ആൾക്കാരെ അങ്ങേപോലെയുള്ള മഹാനൊന്നും വന്ന് വധിക്കേണ്ട കാര്യമില്ല. അങ്ങ് വെറുതെ കയറി അതിൻ്റെ അകത്ത് തലയിട്ടത്. യഥാർത്ഥത്തിൽ അങ്ങ് വന്നിട്ടുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയ ശിവൻ വന്നിരുന്ന വീരഭദ്രനെ പിടിച്ചിട്ട് അതിൻ്റെ ഒരു അംശത്തെയല്ലേ പറഞ്ഞു വിട്ടത്. കഥയാ ഒപ്പിച്ചു കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഇത് ചിന്തിച്ചു നോക്കണം. ഇനി 48 എന്നിട്ട് പറയുകയാണ് 48 അപാരമായ ഈശ്വരമായ വൈഭവത്താൽ ആ മായയുടെ ശക്തിയിൽ പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ സൃഷ്ടി നടത്തിയിരിക്കുന്നത്. അതിൽ പെടുത്തിയത് കൊണ്ട് ആ വൈഭവത്താൽ ബാധിക്കപ്പെട്ട ബുദ്ധിയോടുകൂടി അപ്പം ഈ വിഭാഗീയ ചിന്താഗതിയെല്ലാം ഉണ്ടാവും. ആ ഒരു മായയിൽ പെട്ടുപോയാൽ ആ ബുദ്ധിയെ അവർക്ക് ഉണ്ടാവുകയുള്ളൂ. ഒരു എല്ലാത്തിനെയും വ്യത്യസ്തമായി കാണുന്ന ബുദ്ധി ഉണ്ടാവും. അങ്ങനെ കൂടിയവർ യാതൊരിടത്ത് ഒരു സമയത്ത് ഭേദദൃഷ്ടികളായി തീരുന്നുവോ, പരസ്പരം പലമാരായിട്ട് തിരിഞ്ഞുകൊണ്ട് കർമ്മം അനുഷ്ഠിക്കുന്നുവോ. അങ്ങനെ കർമ്മം ചെയ്യുകയാണ് ഈ ലോകത്തിലുള്ള എല്ലാവരും ചെയ്യുന്നത്. ആരും ചെയ്തത്? ദക്ഷനും ചെയ്തത്. അപ്പോഴവർ അവരുടെ വിധിഫലത്താൽ ചെയ്യുന്ന കർമ്മങ്ങളാണ്. അവൻ്റെ വിധി അതാണ് ചെയ്യണമെന്ന്. അവന് ദക്ഷൻ്റെ വിധിയാണെന്ന്. ഇങ്ങനെ അവിടെ ഇരുന്നിട്ട് അഹങ്കാരം തോന്നണം. ഒരാളങ്ങനെ ഒരുത്തൻ അവിടെ ഇരിക്കുന്നുണ്ട്, അവൻ എന്നെ ബഹുമാനിച്ചില്ല, ഇതെല്ലാം തോന്നിയിട്ട് ചെയ്യുന്നത് വിധിഫലത്താൽ സംഭവിച്ചതാണ്. ഇതെല്ലാം നടക്കേണ്ട കാര്യം തന്നെയാണ്. ഇങ്ങനെ നടന്നേ പറ്റൂ. അതായത് ഇങ്ങനെ അഗ്നിയും പുകയെല്ലാം ഉണ്ടാവും. രാസവസ്തുക്കൾ കൂടി ചിലപ്പോൾ അഗ്നിയും പുകയും എല്ലാം വരും. ഡസ്റ്റ് പൊട്ടിത്തെറിക്കും. ഇതെല്ലാം സ്വാഭാവികം തന്നെയാണ്. അത് ഉണ്ടായേ പറ്റൂ. അത് ഇന്നും ഉണ്ട്. അതുകൊണ്ട് അങ്ങനെയിടങ്ങളിൽ വിധിഫലത്താൽ ചെയ്യപ്പെടുന്ന അത്തരം കർമ്മങ്ങളിൽ സൽപുരുഷന്മാർ ദയ മാത്രമേ കാണിക്കുകയുള്ളൂ. അതുകൊണ്ട് നല്ല മഹാന്മാരെ ഈ തത്വമെല്ലാം മനസ്സിലാക്കുന്നവര് എന്തേ ചെയ്യുള്ളൂ? ദയ മാത്രമേ കാണിക്കുകയുള്ളൂ, പരാക്രമം ചെയ്യില്ല. അതുകൊണ്ട് ശിവൻ എന്ത് ചെയ്യാൻ പാടില്ല? ഒന്നും പറയുന്നില്ല. ശിവനുള്ള ഉപദേശമാണ്. പരാക്രമമൊന്നും ചെയ്യാൻ പാടില്ല. എന്നിട്ട് 49 പറയാണ്, ഭവാനാകട്ടെ, എന്നാൽ രുദ്രനോട് പറയട്ടെ, ഭവാനാകട്ടെ സർവേശ്വര യോഗമായാൽ അപ്പോൾ ഭവനെന്താണ്? സർവേശ്വര യോഗമായാൽ സ്പർശിക്കപ്പെട്ടിട്ടില്ല. അങ്ങ് ഈ മായയുടെ സ്പർശനത്തിൽ വീണവനല്ല. ആര്? രുദ്രൻ. രുദ്രനൊന്നും തലയില്ലാതെ അടിയിരിക്കുകയല്ലോ. അപ്പം ഭവാനാകട്ടെ സർവേശ്വര യോഗമായാലൊന്നും സ്പർശിക്കപ്പെടാത്ത ബുദ്ധിയോടുകൂടിയിരിക്കുന്നവന് അങ്ങേക്ക് എന്തറിയാം? എല്ലാം കണ്ടറിയുന്നവനുമാണ്. അങ്ങേക്ക് എല്ലാ തത്വങ്ങളും അറിയുന്നവനാണ്. ആ മായയിൽ അകപ്പെട്ടിട്ട് ആ ബുദ്ധിയോടുകൂടി പ്രാരബ്ധ കർമ്മങ്ങൾ ചെയ്യുന്ന ഒരാൾ കർമ്മം ചെയ്യാനാണ് ദക്ഷം വിധിച്ചിരിക്കുന്നത്. അയാൾ മായയിൽ അകപ്പെട്ടുകൊണ്ട് അവൻ്റെ പ്രാരബ്ധ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും തെറ്റുപറ്റിയാൽ അവരെ അനുഗ്രഹിക്കുവാൻ, അവിടെ അനുഗ്രഹം ചെയ്യുവാൻ ഇവിടെ അർഹിക്കുന്നു. അതുകൊണ്ട് അവൻ അർഹതയുണ്ട്. ആർക്ക്? അവൻ്റെ പ്രാരബ്ധ കർമ്മത്തിൻ്റെ ഫലമായിട്ടാണ് അവൻ ഇതെല്ലാം കാട്ടിക്കൂട്ടിയത്. അതുകൊണ്ട് അതിന് എന്തുണ്ട്? അദ്ദേഹത്തിന് അനുഗ്രഹം നൽകാൻ ഇവിടെ അർഹനാണ്. അവനെ അനുഗ്രഹിക്കണം എന്ന് പറയുകയാണ്. അവൻ്റെ പ്രാരബ്ധ കർമ്മത്തിൻ്റെ ഫലമായിട്ട് ബുദ്ധിയല്ല അതിൽ മായയിൽ പെടുത്തിയിട്ട് അങ്ങനെ ആക്കിയിട്ട് ചെയ്തതാണ്. കർമ്മം ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു ബുദ്ധി ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഞാനെന്ന ചിന്ത, അഹങ്കാരം ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് കർമ്മം ചെയ്തത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് എന്തോ പറ്റുമ്പോൾ അവനെ അനുഗ്രഹിക്കുകയാണ് വേണ്ടത്. അവൻ്റെ ജോലി ഭംഗിയായിട്ട് ചെയ്തു വെക്കും. അതിനുള്ള അർഹതക്ക്, അനുഗ്രഹത്തിന് അർഹതപ്പെട്ടവനാണ്. എന്നിട്ട് 50 പറയാണ്, അങ്ങയാൽ വധിക്കപ്പെട്ട ദക്ഷൻ്റെ
മുഴുപ്പിച്ചിട്ടില്ലാത്ത യജ്ഞത്തിൻ്റെ ഇപ്പം ദക്ഷനെ എന്തിനാണ് സൃഷ്ടിച്ചിരിക്കുന്നത്? ഈ ലോകത്തെ സൃഷ്ടിച്ചുകൊണ്ട് ലോകാവസാനം വരെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങേരെ വധിച്ചിട്ട് എന്തുപോലെ മുഴുപ്പിച്ചിട്ടില്ലാത്ത യജ്ഞത്തിൻ്റെ പുനർജീവനത്തെ ചെയ്താൽ, അതുകൊണ്ട് അങ്ങേരെ ഇന്നും കുറേ ജോലി ചെയ്ത് തീർക്കാനുണ്ട്. അതുകൊണ്ട് ജയിപ്പിച്ചു വിട്ടാലും അങ്ങേരെ ആദ്യം ജനിപ്പിക്കണം, എന്നിട്ട് ജീവിപ്പിക്കണം. അത് കാരണം അങ്ങേർക്ക് ഇന്നും കുറേ ജോലി ചെയ്യാനുണ്ട്. അങ്ങ് തന്നെയാണ് ഇതെല്ലാം സൃഷ്ടിച്ചിട്ട് ശരിക്കും ഈ ഗുണം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങേരെ ജനിപ്പിക്കണം. എന്ന് കേട്ട് എന്ത് പറയുന്നു? അങ്ങേക്കും ചില കുൽസിതരായ യജ്ഞകന്മാര് അങ്ങേക്ക് എന്ത് ചെയ്തില്ല? ഹവിർദാനത്തെ നൽകിയില്ല. അങ്ങേക്ക് എന്നേരം യജ്ഞം നടത്തിയവരൊന്നും ഹവിർ നൽകിയില്ല എന്നുള്ള വിശ്വാസം എനിക്കുമുണ്ട്. അതുകൊണ്ട് അതൊരു തെറ്റ് തന്നെയാണ്. എന്നാൽ ഇങ്ങനെ ജനിപ്പിക്കണം, കർമ്മം ചെയ്യണം. പക്ഷെ അങ്ങേക്ക് അതിൻ്റെ ഒന്നും തന്നില്ല എന്ന് പറയുമ്പോഴല്ല പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. യഥാർത്ഥത്തിൽ അങ്ങേര് തന്നെയാണ് എല്ലാം ചെയ്യിപ്പിക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് അങ്ങോട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് അവിടെ ഇവരെ തന്നില്ല എന്നുള്ളൊരു വശമുണ്ട്, അത് തെറ്റ് തന്നെ എന്നുള്ള നിലയിൽ അങ്ങ് പറയുകയാണ്. എന്നിട്ട് 51 യാഗം നിർവഹിക്കുവാനായിട്ട് ദക്ഷൻ ജീവിച്ചു കൊള്ളട്ടെ. അതുകൊണ്ട് എനിക്ക് കർമ്മം ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് ദക്ഷൻ ജീവിച്ചോട്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. മകന് 2 കണ്ണും ലഭിച്ചോട്ടെ. ആ മകൻ്റെ 2 കണ്ണും തിരിച്ചു കൊടുക്കണം. മൃഗൻ്റെ താടിരോഗവും ഉഷാവിൻ്റെ പല്ലുകളെല്ലാം മുളച്ചു വരട്ടെ. അങ്ങ് ഇതെല്ലാം ചെയ്തു കൊടുക്കണം. കാരണം ഇവരെല്ലാം അവരുടെ വായിൽ അകപ്പെട്ടിട്ട് ചെയ്യുന്നതാണ്. അവർ കുറ്റക്കാരൊന്നുമല്ല. എന്നിട്ട് 52 പറയാം, ആയുധം കല്ലെല്ലാം കൊണ്ടിട്ട് എടുത്തിടുന്നിട്ട് കുറേ ആൾക്കാർക്ക് എന്തെല്ലാം പരിക്കെല്ലാം പറ്റിയിട്ടുണ്ടല്ലോ. അവരുടെ ആരോഗ്യമെല്ലാം പൂർവ്വസ്ഥിതിയിലാകട്ടെ, എല്ലാം വഴിപോലെ നടന്നോട്ടെ. എന്നിട്ട് 53 യജ്ഞത്തിൻ്റെ അവശിഷ്ടം അങ്ങക്കായിട്ട് ലഭിച്ചോട്ടെ. എന്തെങ്കിലും യജ്ഞമെല്ലാം നൽകുന്നുണ്ട്, അതിൻ്റെ അവശിഷ്ടം അങ്ങേക്കായിട്ട് ലഭിക്കും. അങ്ങനെ കിട്ടുന്നതാണ്. ഒരാൾ മനുഷ്യ കർമ്മമെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അവനെ കത്തിച്ചിട്ട് ഭസ്മമാക്കുമ്പോൾ അവിടെ ഭസ്മം കിട്ടും. അത് അർത്ഥമുള്ളതാണ്. അതുകൊണ്ടാണ് ചുടലപ്പറമ്പ് ആർക്ക് കൊടുത്തിരിക്കുന്നത്? രുദ്രന് കൊടുത്തിരിക്കുന്നത്. രുദ്രനെ കണ്ടെങ്കിൽ ചുടലപ്പറമ്പ് വേണം. കാരണം എന്ത് കത്തിച്ച് നശിപ്പിച്ചാലും അവസാനമുള്ള സാധനം ആറ്റങ്ങളാണ്. അത് അങ്ങേൻ്റെ എടുത്തോളൂ. അങ്ങേരെ ആറ്റമാണ് ഇങ്ങനെ പ്രപഞ്ചമായിട്ട് മാറിയിട്ട് ഈ പ്രമോദം എല്ലാമായിട്ട് ലോകമായിട്ട് മാറിയുന്നത്. എന്തെല്ലാം യജ്ഞമെല്ലാം കഴിഞ്ഞിട്ട് അവസാനം അവശിഷ്ടമായിട്ട് വരുമ്പോൾ തന്നെ അവസാനം കത്തിക്കുക തന്നെയാണല്ലോ ചെയ്യുക. അല്ലെങ്കിൽ പെട്ടിയിലാക്കിയാൽ അവസാനം ഭസ്മം തന്നെയാണ്. അത് അവസാനം നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ആറ്റങ്ങൾ കിട്ടുക. അവിടെ അത് അങ്ങേക്ക് തന്നെ ഇരിക്കട്ടെ. അതുകൊണ്ട് അങ്ങേർക്ക് കിട്ടിയില്ല എന്നൊന്നും പറയണ്ട. അങ്ങേർക്ക് തന്നെ ഭസ്മം അവസാനം ശേഷിക്കുന്നത് അങ്ങേർക്ക്. എന്ത് യാഗം ചെയ്യിച്ചാൽ അവസാനം എന്താ മിച്ചം വരുന്നുണ്ടെങ്കിൽ അത് അങ്ങേർക്ക് തന്നെ. അതുകൊണ്ട് അവിടുത്തെ പങ്കാളിത്തത്തോടുകൂടി ഇനി യജ്ഞം പൂർണ്ണമായിട്ട് നടക്കട്ടെ. അതുകൊണ്ട് അങ്ങേരും കൂടിയിട്ട് സഹകരിച്ചുകൊണ്ട് യജ്ഞം ഭംഗിയായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോയി യജ്ഞം ലോകം സൃഷ്ടിക്കുന്ന ലോകാവസാനം വരെയുള്ള ആക്കാം.